കൊടൈക്കനാൽ ഇത് കൃഷിക്കൂട്ടം, കൃഷി അറിയാം പഠിക്കാം എന്നുള്ള ഒരു കൂട്ടം ആൾക്കാരുടെ ഒരു സംഗമമാണ്. നമ്മളിപ്പോ കൊടൈക്കനാലിലാണ്. പഠനയാത്രയുടെ ഭാഗമായിട്ട് കൊടൈക്കനാലിലെത്തി നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇതിന് ശേഷം സൈറ്റ് സീയിങ്ങിന് വേണ്ടിയിട്ട് പോകുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു ഷോട്ടാണ് നിങ്ങൾ കാണുന്നത്. ഇതില് പ്രഗത്ഭരായ വിവിധ ഏരിയകളിലെ പ്രഗത്ഭരായ കർഷകരും കാർഷിക അറിവുള്ള ആൾക്കാരും ചേർന്ന ഒരു കൂട്ടായ്മയും പോരാതെ കൃഷിയെപ്പറ്റി അദമ്യമായ അറിവ് നേടണമെന്ന് ആഗ്രഹമുള്ള കൊച്ചു കുട്ടികൾ പോലും നമ്മൾ ഒരുമിച്ചുണ്ട് എന്നുള്ളതാണ് ഈ ടൂറിന്റെ പ്രത്യേക ആകർഷണം. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച ഏകദേശം 45 ആളോളം ഉള്ള ഒരു ഗ്രൂപ്പിന്റെ ഒരു കൂട്ടായ്മയാണ് ഇപ്പൊ കൊടൈക്കനാലിലെത്തിയിരിക്കുന്നത്. ഈ മേഖലയിൽ ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി 10 വർഷമായി സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ് കൃഷി അറിയാം പഠിക്കാം എന്ന വാട്സപ്പ് ഗ്രൂപ്പ്. ഈ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ വിവിധ മേഖലകളിലുള്ള ആളുകൾ ഒരുമിച്ചുകൊണ്ട് ഒരു ടൂർ സംഘടിപ്പിക്കുകയാണ്. കാർഷിക പഠനമാണ് ടൂറിന്റെ ഉദ്ദേശം. ഇന്നലെ വൈകുന്നേരം പുറപ്പെട്ട യാത്ര ഇന്നിവിടെ കൊടൈക്കനാലിൽ ഗോട്ട് ഫാമൊക്കെ കണ്ടുകൊണ്ട് പൂമ്പാറയിലേക്ക് നീങ്ങാൻ പോവുകയാണ്. നല്ല ആഹ്ലാദകരമായ ഒരു ദിനമാണ് 2 ദിവസങ്ങളിലായി നമുക്ക് അനുഭവപ്പെട്ടത്. നമ്മുടെ ഈ സംഘത്തില് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പ്രായമായ കർഷകരും ഒട്ടനവധി അനുഭവ സമ്പത്തുള്ള കർഷകരും മറ്റ് മേഖലകളിൽ വിദ്യാഭ്യാസ മേഖലകളിലും മറ്റു തുറകളിലുമൊക്കെ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ കൂടിച്ചേർന്നുകൊണ്ടാണ് ഈ ഗ്രൂപ്പ് മുന്നോട്ട് പോകുന്നത്. ഈ ഗ്രൂപ്പ് വർഷങ്ങളായി ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക മാത്രമല്ല സാമൂഹ്യ സാംസ്കാരിക രംഗത്തും സജീവമായി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. യന്ത്രങ്ങളുടെ പ്രദർശനം ഉൾപ്പെടെ നമ്മുടെ സംഘാംഗങ്ങളുടെ കലാപരിപാടികൾ ഉൾപ്പെടെ വിവിധ പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 2 വർഷം മുമ്പ് നടന്ന കർഷക സംഗമത്തിലൂടെ നമ്മൾ നടത്തിയത്. അതേപോലെയുള്ള ഒരു യാത്രയാണ്, ആഹ്ലാദകരമായ ഒരു യാത്രയാണ് ഈ വർഷം നമുക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞത്. അതിലേറെ ചാരിതാർത്ഥ്യമുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ഈ ഗ്രൂപ്പിന്റെ ചെയർമാൻ കൂടിയായ മുറിച്ചാണ്ടി സലീം ക ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. സലീം കോമത്ത്, കരുണൻ മാസ്റ്റർ, അശോകൻ മാസ്റ്റർ, ജലീൽ കുറ്റ്യാടി തുടങ്ങി പ്രമുഖരായ ആളുകൾ, പപ്പേട്ടൻ, അതേപോലെ മൊയ്തുഹാജി. കൊടൈക്കനാൽ താഴ്വരയിൽ പകരും
വിസ്മയസൂനങ്ങൾ പ്രകീർത്തനസ്മൃതി സായുജ്യം പ്രത്യാശ വിടരും മിഴിയിണകൾ പ്രതീക്ഷ ചൂടിയ കിരണങ്ങൾ കൊടൈക്കനാൽ താഴ്വരയിൽ കുടമഞ്ഞിൻ മലനിരയിൽ കുളിർ പകരും മഴച്ചാറ്റിൽ കരളുണരും உன்னை எண்ணி பார்க்கையில் கவிதை கொட்டது அதை எழுத நினைக்கையில் வார்த்தை முட்டுது ஓஹோ, கண்மணி அன்போடு காதலன் நான் எழுதும் பொன்மணி உன் வீட்டில் சௌக்கியமா நான் இங்கு ഗുണക്കേവ്. കമലഹാസൻ നായകനായ ഗുണ എന്ന സിനിമ ചിത്രീകരിച്ച സ്ഥലമായതുകൊണ്ട് ഡെവിൾസ് കിച്ചൺ പിന്നീട് അങ്ങോട്ട് ഗുണക്കേവ് എന്നറിയപ്പെടുന്നു. പ്രപഞ്ച വിസ്മയസൂനങ്ങൾ പ്രകീർത്തനസ്മൃതി സായുജ്യം പ്രത്യാശ വിടരും മിഴിയിണകൾ പ്രതീക്ഷ ചൂടിയ കിരണങ്ങൾ പ്രകീർത്തനസ്മൃതി സായുജ്യം പ്രത്യാശ വിടരും മിഴിയിണകൾ പ്രതീക്ഷ ചൂടിയ കിരണങ്ങൾ കൊടൈക്കനാൽ താഴ്വരയിൽ കൂടമഞ്ഞിൻ മലനിരയിൽ കുളിർ പകരും മഴച്ചാത്തിൽ കരളുണരും കുളിർ കാത്തിൽ രാവിന്നെന്റെ അമമ്മേ രാപ്പാടിക്കിളിതൻ ശോഭയിൽ രാഗങ്ങൾ കോർത്ത ചുണ്ടുകൾ രോമാഞ്ച സൗഹൃദ ബന്ധങ്ങൾ പ്രപഞ്ച വിസ്മയസൂനങ്ങൾ പ്രകീർത്തന സ്മൃതി താളങ്ങൾ പ്രത്യാശ വിടരും വീണകൾ പ്രതീക്ഷ ചൂടിയ കിരണങ്ങൾ നമ്മൾ ഈ പ്രായത്തിൽ എൻജോയ് ചെയ്യാൻ വന്നതാണ്.
നിങ്ങളൊക്കെ വയസ്സന്മാരാണ് നിങ്ങളെ മാറ്റി നമ്മളെ പോലത്തെ ചെറുപ്പക്കാരാണ്. പ്രായം ചോദിക്കരുത്, ജാതി ചോദിക്കുന്നില്ല, സൗകര്യമില്ല പോലെ മാഷെ പ്രായം ചോദിച്ചു. പ്രായമുള്ള ചെറുപ്പക്കാരനാണ്. അതുകൊണ്ട് ഇന്ന് നമ്മള് ആടിനെയും മുയലിനെയും കാണുന്നില്ല, പകരം എന്താണ് പന്നിയെയും ആനയെയും മീന് ആന ആ കൂടുതൽ ഒരു കാര്യം അറിയാം. 30 ഏക്കർ സ്ഥലം കൃഷിഭൂമിയില് ഞങ്ങൾ കൃഷി ഫാം നടത്തിയത്. പ്രിയ കൃഷി അറിയാൻ പഠിക്കാൻ ഗ്രൂപ്പിലെ എന്റെ സഹയാത്രികരെ, ഈ കൃഷി യാത്രകൾ സംഘടിപ്പിക്കുമ്പോൾ അതിനകത്തുള്ള ഓരോ വ്യക്തികളുടെയും വീക്ഷണ കോണുകളിലൂടെ നോക്കുമ്പോഴാണ് അതിന് ഒരു ശരിയായ ഒരു മാനദണ്ഡം. നമ്മുടെ വിഷയം കൃഷി ആയതുകൊണ്ട് പറയാണ്, ഈ ഭക്ഷണം തേടുന്നവർക്ക് ഭക്ഷണം ലഭിക്കാനായി എന്ന് പറയുന്നിടത്ത് ആണ് നമ്മുടെ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചാപ്റ്റർ വരുന്നത്. ഈ ഭക്ഷണം കിട്ടാനായിട്ട് അതിന് വെള്ളം വേണം. മഴയിലൂടെ ലഭിക്കുന്ന വെള്ളമാണ്. അതിന് മഴമേഘങ്ങളെ തടഞ്ഞു നിർത്താൻ പർവ്വതങ്ങൾ വേണം. നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ പർവ്വതങ്ങളാണ്. ഈ പർവ്വതങ്ങളിൽ നീരാവി തട്ടി താഴത്തേക്ക് വീഴുന്ന അവിടെ ചെടികൾ മുളച്ചു പൊങ്ങി, അതും വിവിധ തരത്തിലുള്ള നമ്മളിപ്പോ പോയ സ്ഥലത്തുള്ള ഭക്ഷണ സാധനങ്ങളെല്ലാം ഇവ ഇപ്പൊ താഴത്ത് നമ്മൾ കാണുന്നത് അവിടെ നെൽകൃഷി കാണുന്നുണ്ട്, തെങ്ങുകൾ കാണുന്നുണ്ട്. ഇനി പളനി കഴിഞ്ഞാലും തെങ്ങ് തന്നെയാണുള്ളത്. കുറച്ച് മേലെ ചെന്നപ്പോ പ്ലംസ്, ഷവർജില്, ക്യാരറ്റ്, ഇങ്ങനെ വിവിധങ്ങളായ കൃഷി. അപ്പോ ഈ പർവ്വതത്തിന്റെ മുകളിൽ ഈ തണുപ്പും നേരിയ മഞ്ഞിലും ഉണ്ടാവുന്ന ചെടി ഭക്ഷണ സാധനങ്ങൾ മുതൽ താഴത്ത് കാണുന്ന നെല്ലും ഗോതമ്പ് പോലുള്ള സാധനങ്ങൾ. ഗോതമ്പിന് നല്ല ചൂടാണ് വേണ്ടത്, അത് ഇവിടെ ഇല്ല. ഈ സാധനങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നത് ഈ സൃഷ്ടി ദൈവത്തിന്റെ ഒരു വൈവിധ്യമാർന്ന ഈ ഭൂമിയുടെ ഘടനയിലൂടെ കിട്ടുന്ന വിവിധ തരങ്ങളായ കാലാവസ്ഥയിലൂടെയുമാണ്. അതുപോലെ തന്നെ ഈ ചെടികളില് പരാഗങ്ങൾ നടത്താൻ വേണ്ടി ഈച്ചകളും ചെറിയ പ്രാണികളൊക്കെ വരുന്നുണ്ട്. അതിന് വരുത്താനായി അതിൽ തേന് വെച്ചിട്ടുണ്ട്. ആ തേന് കുടിക്കുമ്പോൾ നടക്കുന്ന പരാഗങ്ങളിൽ അതിലെ പൂമ്പൊടി അതിന്റെ കാലിന്റെ മുകളിലും അതിന്റെ തേൻ കുടിക്കാൻ ഉപയോഗിക്കുന്ന ചെറിയ സ്ട്രോ മാതിരിയുള്ള ചെറിയ ഇതിലൊക്കെ പൂമ്പൊടികൾ പറ്റിയിട്ടാണ് അത് അടുത്ത തലമുറയിലേക്കുള്ള ചെടികളെ അത് ഉത്പാദിപ്പിക്കുന്നത്. ഈ ഉത്പാദിപ്പിക്കുന്നത് തന്നെ വിവിധ തരങ്ങളായ പൂമ്പൊടികൾ അതിന്റെ ശരീരത്തിലുണ്ടെങ്കിലും അത് ഓരോ ഇനങ്ങളിൽ മാത്രമേ അത് പോയിട്ട് ലോക്കായി വീഴുന്നുള്ളൂ. ഇപ്പൊ പറഞ്ഞത് ഇപ്പൊ തേങ്ങയുടെ പൂമ്പൊടി ഉള്ള കാലുമായിട്ട് അത് അടക്കയിൽ പോയി വീഴുമ്പോൾ അവിടെ വേറൊരു ഇനം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. ക്രോമസോമുകൾ എന്ന ഒരു ലോക്കിങ്ങില് കുടേ തമ്പുരാൻ അതവിടെ നിർത്തിയിരിക്കുകയാണ്. വേറൊരു തരമായിട്ടുള്ള ഒരു ഇതിലേക്ക് മാറിപ്പോകാനില്ല. ഒന്ന് ഇനി ഈ നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞ ഭക്ഷണ സാധനങ്ങൾ പുറത്തേക്ക് വന്നാല് പിറ്റേ ദിവസം അത് നമ്മൾ പുറന്തള്ളി ശരീരം പുറന്തള്ളി കഴിഞ്ഞാല് അതിനെ നശിപ്പിക്കണം. അതിനെ നശിപ്പിക്കാണ്ട് പ്രോട്ടോസോവകളും ഒത്തിരി ബാക്ടീരിയകളും ഇതൊക്കെ ഈ ഒരൊറ്റ വാക്കിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഇത് ഒരു ദൈവവിശ്വാസിയുടെ കണ്ണിൽ കൂടി നോക്കുമ്പോഴുള്ള ഒരു കൃഷിയുടെ ഒരു ഭാഗമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ഈ യാത്രയുടെ അവലോകനം നമ്മുടെ കുറ്റ്യാടി ജലീൽ സാഹിബിന്റെ നിർദ്ദേശപ്രകാരം ആദ്യം ഒന്നുകൂടെ ആരംഭിക്കുകയാണ്. ഈ കൊടൈക്കനാൽ എന്ന് പറയുന്നത് വളരെയധികം പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ്. അപ്പൊ പ്രകൃതി ഭംഗി ആസ്വദിക്കാനായിട്ടാണ് ഒരാള് കൊടൈക്കനാലിൽ കയറുന്നതെങ്കിൽ അയാൾ വീണ്ടും വീണ്ടും കൊടൈക്കനാലിലേക്ക് കയറിക്കൊണ്ടിരിക്കും. കാരണം അത്രയും പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ്. നമ്മുടെ പളനി കഴിഞ്ഞ് ചുരം കയറാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ഇതിന്റെ കൊടൈക്കനാലിന്റെ ഭംഗി നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. കാടുകളിൽ കൂടെ വന്യമൃഗങ്ങളൊക്കെ കണ്ട് ചിലപ്പോൾ കാണാൻ പറ്റും, ചിലപ്പോൾ കാണാൻ പറ്റില്ല. അത് നമ്മുടെ ഭാഗ്യത്തിനനുസരിച്ചിരിക്കും. നമുക്ക് യോഗമുണ്ടെങ്കിൽ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഒരുപാട് വന്യജീവികളൊക്കെ കണ്ട് ഇങ്ങനെ യാത്ര ചെയ്ത് പിന്നെ അവിടെ കൊടൈക്കനാൽ എത്തിയതിനു ശേഷം അവിടുത്തെ കുറെ ഡെസ്റ്റിനേഷൻസ് ഉണ്ടായിരിക്കാം. പക്ഷെ ആ ഡെസ്റ്റിനേഷൻസ് അതിൻ്റെതായ ഒരു മാനസിക ഇതിൽ പോയാൽ മാത്രമേ അത് ആസ്വദിക്കാനേ കഴിവിട്ടുള്ളൂ. നമ്മൾ വ്യൂ പോയിന്റിൽ പോയി വ്യൂ പോയിന്റ് എന്താണെന്ന് അത് അവിടെ പോയിട്ട് അവിടെയുള്ള വ്യൂ ആസ്വദിക്കാണ്ട് നമ്മുടെ മാനസിക സ്ഥിതിയാണെങ്കിൽ ഒക്കെ വളരെയധികം സംതൃപ്തിയോടെ തിരിച്ചു വരാം. നേരെ മറ്റേ അവിടെ പോയിട്ട് എന്താ കുറച്ച് മലകൾ നമ്മുടെ നാട്ടിലെ മലകളില്ലേ, നമ്മുടെ നാട്ടിൽ പോയ മലകൾ കാണില്ലേ എന്നുള്ളതിൽ കൂടിയാണ് പോകുന്നതെങ്കിൽ ഒരിക്കലും നമുക്ക് അത് ആസ്വദിക്കാൻ പറ്റില്ല. നേരത്തെ സലീം സാഹിബ് പറഞ്ഞിരുന്നു, പഠിച്ചാൻ പറഞ്ഞത് ഫുൾ സീറോ ഓഫിൽ നിങ്ങൾ ഭൂമിയിൽ കൂടെ സഞ്ചരിക്കുക.
ഭൂമിയിൽ കൂടെ സഞ്ചരിച്ചാൽ മാത്രമേ നമുക്ക് ഒരുപാട് വ്യത്യസ്തങ്ങളായ ആൾക്കാരെയും അവരുടെ ജീവിത രീതികളെയും നമുക്ക് എന്താക്കാൻ പറ്റുള്ളൂ, നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മളെ വീട്ടിലിരുന്നാലോ അല്ലെങ്കിൽ നാട്ടിലിരുന്നാലോ നമുക്ക് വ്യത്യസ്തം അവരുടെ ഭക്ഷണ രീതികൾ എന്താണ്. ഇവിടെ തന്നെ നമ്മൾ കൊടൈക്കനാലിൽ വന്നപ്പോൾ നമ്മൾ കണ്ടു, ഇവിടെ മാത്രം വളരുന്ന കുറെ ഫ്രൂട്ട്സുകൾ. അത് നമ്മുടെ നാട്ടിലെന്തില്ല, നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിൽ അത് വളരില്ല. നമ്മളിവിടെ അവിടെ വിത്ത് കൊണ്ടുപോയിട്ട് ഒരു കാര്യമില്ല. നമുക്ക് എല്ലാവർക്കും അറിയാലോ, ഗൾഫിൽ നല്ലപോലെ ഈത്തപ്പഴം, ഈത്തപ്പഴത്തിന് വിത്ത് കൊണ്ട് കുഴിച്ചിട്ടാൽ നമ്മുടെ നാട്ടിൽ മരം പിടിക്കുന്നില്ല, ഈത്തപ്പഴം ഉണ്ടാവില്ലല്ലോ. അതേമാതിരിയാണ് ഓരോരോ കാലാവസ്ഥക്കും ദൈവം സൃഷ്ടിച്ചത്, അത് അങ്ങനെയാണ്. झुक गए तारे नजारे होई क्या बात हो गई तूने काजल लगाया दिन में रात हो गई बन गए नैना सुनैना होई क्या बात हो गई तेरी चुनरी लहराई बरसात हो गई മുദ്രയും മുഖരമായ പൊളിക്കുടയും രുദ്രാക്ഷമാലയുമേന്തി നാമകീർത്തനവും ചെയ്തു ചിദ്രൂപത്തിങ്കലൂറച്ചു അന്തണനെ സതീർഘനെ മാറത്തുണ്മയോടു ചേർത്തു ഗാഠം പുണർന്നു ആഴിമകളും ഒരുമിച്ചൊരു കട്ടിന്മേലന്നേരം ഏഴാം മാളിക മുകളിലിരുന്നരുളും ഏഴു രണ്ടൂലകൂവാഴിയായ തമ്പൂരാനെത്രയും താഴെ തന്റെ വയസ്സനെ ദൂരത്തു കണ്ടു. നീ എനിക്കായി കെട്ടിയ നെല്ലിക്ക കണ്ടു ചൂരൽ വീശിയല്ലേ നമ്മുടെ മല്ലാക. നമ്മുടെ നാടിനേക്കാൾ ഒരു പക്ഷേ കാണാൻ ഭംഗിയുള്ള വളരെയധികം നയനാനന്ദകരമായ ഒരു എന്റെ പേര് അമാനത്ത്, മണിമലയാണ് സ്വദേശം. ഈ ടൂറ് ഇറങ്ങുന്ന സമയത്ത് തന്നെ ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ പ്രതീക്ഷിച്ചത് ബസ്സിൽ കയറോ കുറെ കറങ്ങോ വീണ്ടും വീട്ടിലെത്തുക എന്ന് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. എന്നാൽ ഇന്നും ഇന്നലെയായിട്ട് നല്ല വൈബ് കിട്ടിയിട്ടുണ്ട്, പറയാതിരിക്കാൻ വയ്യ. ഫുഡ് അടിപൊളി. കാരണം എന്റെ സുഹൃത്തുക്കൾ രണ്ടാള് ഇവിടെ ഇന്നലെ മുതൽ വന്നിട്ടുണ്ട്. അവരുടെ ഫുഡിന്റെ കാര്യത്തിൽ മഹാ അബദ്ധാണെന്നാണ് ഇന്ന് എന്നെ വിളിച്ചത്. പിന്നെ ഇതില് ഒരു സന്തോഷം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കുറെ പ്രായമുള്ള ആളുകളോട് പോരാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. പക്ഷെ അവർക്കൊക്കെ ഇന്നൊരു 10 വയസ്സ് കണ്ട് കുറഞ്ഞിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരു ടൂറ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകുന്ന സമയത്ത് ഒരു മൂടിയായിട്ടുള്ള ഒരു അവസ്ഥയാണ് കാണല്. പക്ഷെ ഇന്നും നമ്മൾ റൂം വെക്കേറ്റ് ചെയ്യുന്ന സമയത്ത് പലരും പറഞ്ഞ് നമുക്ക് ഊട്ടി കൂടെ അങ്ങ് പോവാന്ന്. ഇത് മതിയായിക്കില്ല. അഹമ്മദ് വാണിമേലാണ് സ്വദേശം. പക്ഷെ നാട്ടില് മൊയ്തോയിലെന്നെ നോക്കുന്നുണ്ട് അമ്മദ് എല്ലാവരും വിളിക്കുക. അപ്പൊ പുറത്തു പോകുമ്പോൾ അഹമ്മദ് എന്ന് വിളിക്കുന്ന എനിക്ക് നല്ലൊരു സന്തോഷം കിട്ടുന്ന കാര്യമാണ്. പിന്നെ ഈ യാത്രയിൽ ഞാൻ ഈ പറഞ്ഞ പോലെ കുറെ പ്രായമുള്ള ആളുകൾ, ഞാനും പ്രായമുള്ള ആളാണ്, പക്ഷെ എന്നേക്കാൾ പ്രായമുള്ള ആളുകൾ, അവരോടൊക്കെ ഒപ്പമുള്ളൊരു യാത്ര. പിന്നെ ഒരു കോളേജ് കുമാരനെ പോലെ ഓടിച്ചാടി എല്ലാം അവിടെ ഫോട്ടോ എടുത്ത് നടക്കുന്ന ജലീൽ കുറ്റാടി നമുക്ക് വളരെ ആവേശം നൽകിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ കിലുക്കത്തിലെ വില്ലനെ പോലെയുള്ള മണിമല അമാനത്ത്, മൂപ്പയുടെ ഫോട്ടോ ഒക്കെ വളരെ ക്ലിയർ ആണ്. അങ്ങനെയുള്ള ആനന്ദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചൊരു യാത്രയാണ്, പക്ഷെ അട്ട പിടിച്ച പോലെ എന്റെ വൈഫ് കൂടെ ഉണ്ട്. പിന്നെ ഇവിടെ വന്ന് നോക്കുമ്പോൾ 3 വാണിയക്കാർ ഇതിലുണ്ട്. റൂമിലെത്തി നോക്കുമ്പോൾ അവിടെ 3 വാണിയക്കാർ. അപ്പൊ നമുക്ക് ഒറ്റപ്പെട്ടുള്ള യാത്ര സാധിച്ചിട്ടില്ല. പിന്നെ ഇത് വളരെ വളരെ സന്തോഷമാണ്. പൈൻ മരങ്ങളുടെ ഇടയിൽ കൂടി നമ്മളെ ഷാറൂഖ് ഖാനൊക്കെ പല പിക്ചറിലും കാണുന്നു. അതാന്ന് തോന്നുന്നു, അത് വല്ലാതൊരു ആനന്ദം നൽകിയിട്ടുണ്ട്. അങ്ങനെ നല്ല നല്ല കാഴ്ചകളും കാര്യങ്ങളും. ഞാൻ ബഷീർ മാസ്റ്റർ, നാദാപുരം, വീട് കുനിങ്ങാടാണ്. കഴിഞ്ഞ കൃഷിക്കൂട്ടം സംഘടിപ്പിച്ച ടൂറിലും ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വളരെ നല്ല അനുഭവങ്ങൾ സമ്മാനിച്ച ഒരു ടൂർ ആണ് നമ്മൾ ഇവിടെ പൂർത്തിയാക്കാൻ പോകുന്നത്. പലതരത്തിലുള്ള ടൂറുകൾ നമ്മൾ പോകാറുണ്ടെങ്കിലും ഇത് ഒരു പ്രത്യേക അനുഭവം നൽകുന്ന ടൂറാണ്. നേരത്തെ പലരും പറഞ്ഞതുപോലെ വ്യത്യസ്ത നാടുകളിൽ നിന്നുള്ള ഒരു ബന്ധവുമില്ലാത്ത കുറെ ആളുകൾ, വ്യത്യസ്ത പ്രായക്കാരായ ആളുകൾ ഒരുമിച്ച് യാത്ര ചെയ്യുക എന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അവരുടെയൊക്കെ അനുഭവങ്ങളൊക്കെ നമ്മൾ യാത്രയിലുടനീളം നമുക്ക് ഒരുപാട് മുതൽക്കൂട്ടായി. പക്ഷെ ഈ യാത്രയിൽ യാതൊരു ടെൻഷനോ ഇല്ലാത്തൊരു യാത്രയാണ്. കാരണം സ്വന്തമായി തന്നെ എല്ലാവരും കെയർ ചെയ്യുന്നതുകൊണ്ട്, പ്രത്യേക ഒരു ഉത്തരവാദിത്വം ഇല്ലാത്തത് കൊണ്ട് വളരെ ഫ്രീ ആയ ഒരു യാത്രയാണ് നമുക്കിവിടെ
നമ്മുടെ ജലീൽ കുറ്റിയാടിയും അതുപോലെ തന്നെ അമാനത്ത് മണിമലയും നമ്മുടെ വിവിധ രംഗങ്ങൾ ഒപ്പിയെടുത്ത് നമ്മുടെ ഗ്രൂപ്പുകളിലേക്ക് എത്തിക്കാൻ അവർ പലവിധ ശ്രമം നടത്തിയിട്ടുണ്ട്. അതിനുള്ള എല്ലാവിധ കടപ്പാടും അതുപോലെ തന്നെ അവർക്ക് A+ നല്ല ഈ അവസരത്തിൽ നൽകാൻ ആഗ്രഹിക്കുകയാണ്. ഈ യാത്രയെ അവലോകനം ചെയ്യുമ്പോൾ ഞാൻ ഈ യാത്രയെ ആസ്വദിച്ചിട്ടുണ്ട്. അതേസമയത്ത് പലരുടെയും അഭിപ്രായത്തില് അവര് ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു സ്ഥലമല്ല കൊടൈക്കനാൽ എന്ന് എനിക്ക് തോന്നി. കാരണം അവര് ഈ പ്രകൃതിയുടെ മനോഹാരിതക്കാൾ ഉപരി ചിലരൊക്കെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങളും അതിൻ്റെ ഭംഗിയും ഒക്കെ പ്രതീക്ഷിച്ച ആളുകളാണ്. പ്രധാനമായും നമ്മൾ ഇനി അടുത്ത ഒരു ടൂറ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത ഇന്നതാകുന്ന കൂടെ ആളുകളെ ബോധവൽക്കരിക്കേണ്ടതുണ്ട്. ഏകദേശം എല്ലാവരും തന്നെ 50 കഴിഞ്ഞവരാണല്ലോ. അപ്പോൾ അവർ ഈ കൃഷിക്കൂട്ടത്തിൻ്റെ പഠനയാത്ര എന്ന് പറയുമ്പോൾ കാർഷിക മേഖല കൂടുതൽ പരിചയപ്പെടാൻ ആഗ്രഹിച്ച് വന്നവരുണ്ട്. പിന്നെ പ്രകൃതിയെ സ്നേഹിക്കുക എന്നുള്ള കാഴ്ചപ്പാടോടുക വന്നവരുണ്ട്. അങ്ങനെ വിവിധ കാഴ്ചപ്പാടുകളാണ്. അവർ എല്ലാവരെയും സാറ്റിസ്ഫൈഡ് ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ മുൻകൂട്ടി ഇന്നതാണ് കാഴ്ച, ഇന്ന സ്ഥലങ്ങളിലാണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ അവർക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് എന്താണ് എന്നുള്ളതിനെ പറ്റി ഒരു ധാരണ ഉണ്ടാക്കാമായിരുന്നു. അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ നമ്മൾ അതിന് മുൻതൂക്കം കൊടുത്തിട്ട് ആളുകൾക്ക് തൃപ്തികരമായ ഒരവസ്ഥ, എല്ലാവരിലും തൃപ്തികരമായ ഒരവസ്ഥ ഉണ്ടാക്കുക എന്നുള്ളതാണ് എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളത്. പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലൊന്നും കുഴപ്പമില്ല. ഭക്ഷണം ബസ്സിൽ നിന്ന് തന്നെ അവർ തന്നെ ബസ്സിലെ സ്റ്റാഫും ഒക്കെ കൂടെ ഉണ്ടാക്കുന്ന ഒരു സംവിധാനമായതുകൊണ്ട് പിന്നെ അതിൽ മായങ്ങളൊന്നും കാര്യമായിട്ട് ചേർക്കപ്പെട്ടിട്ടില്ല. നല്ല ശരീരത്തിനും മനസ്സിനും ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് ആളുകൾക്ക് കിട്ടിയെന്നുള്ളൊരു തൃപ്തി ഉണ്ടായിട്ടുണ്ട്. ഞാൻ കുട്ടിമമ്മി പാലേരി സ്വദേശിയാണ്. നമ്മുടെ ഈ ഗ്രൂപ്പിലെ കുറെ മുമ്പുള്ള ഒരു അംഗമാണ്. ഈ ഗ്രൂപ്പ് കുറ്റ്യാടി കൃഷി അറിയാൻ പഠിക്കാം എന്ന ഗ്രൂപ്പിന്റെ ഫോർമേഷന് മുമ്പ് തന്നെ ഈ ഗ്രൂപ്പിലെ പലരെയും ബന്ധപ്പെട്ട് ഗ്രൂപ്പിലൂടെ സ്നേഹിച്ച് തുടർന്ന് വന്ന സ്നേഹം നിലനിർത്തി കൃഷി അറിവുകൾ പങ്കുവച്ച് ആ അനുഭവങ്ങളിലൂടെയാണ് നമ്മൾ ഇന്നത്തെ ഒരു യാത്രയിൽ എത്തിച്ചേർന്നത്. ഇതിൽ ഒരുപാട് നല്ല വശങ്ങൾ എല്ലാം ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു. കൂട്ടത്തിൽ പറയേണ്ടത്, നമ്മൾ എന്താണോ ഉദ്ദേശം, പ്രകൃതി ഭംഗി ആസ്വദിക്കുക, ഒരു യാത്ര ചെയ്യുക എന്നതുകൊണ്ട് നമ്മൾ പരസ്പരം ബന്ധമാണ് ഒന്നാമത് നമ്മൾ ഒന്നുകൂടി വിളക്കി ചേർക്കേണ്ട ആ അനുഭവത്തിന് വേണ്ടിയാണ് നമ്മൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട എന്റെ സഹപ്രവർത്തകരോട്, സുഹൃത്തുക്കളോട് ആവശ്യപ്പെടാനുള്ളതും ഞാൻ ആഗ്രഹിക്കുന്നതും നമ്മളെല്ലാം കൂടിച്ചേർന്നുകൊണ്ട് തന്നെ ഒന്നിച്ചു ചേർന്നുകൊണ്ട് തന്നെ ഈ സൗഹൃദം തുടരുകയും എവിടെയായാലും നമ്മളുടെ ഈ കാര്യങ്ങളോ നമ്മൾ നേടിയ ഈ അനുഭവങ്ങളും നമ്മുടെ സുഹൃത്ബന്ധങ്ങളും നിലനിർത്തണം. KP കാവലുംപാറ പഞ്ചായത്തിലെ ഒറ്റപ്പാലം സ്വദേശിയാണ്. ഞാൻ ഈ കൃഷിയറിയാൻ പഠിക്കാൻ ഗ്രൂപ്പിലുള്ള ഒരു പുതിയ അംഗമായിരുന്നു. ഈ പ്രാവശ്യം ഇങ്ങനെ ടൂറുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ വളരെ ആവേശത്തോടുകൂടി തന്നെ നേരത്തെ തന്നെ പേര് കൊടുക്കുകയും അതിന് പോകാനുള്ള ഒരുക്കത്തിൽ എന്റെ കൃഷിപ്പണികളൊക്കെ സ്വന്തമായി ചെയ്യുകയും ചെയ്തതിന്റെ ഫലമായി ആദ്യത്തെ മഴ തന്നെ നനഞ്ഞ് ആസ്വദിച്ചു. അതിന്റെ ഫലമായിട്ട് എനിക്ക് കരച്ചിലായ തൊണ്ടവേദനയും ചുമയും ഒക്കെ ഉണ്ടായി. പിന്നീട് എനിക്ക് യാത്ര പോകാൻ പറ്റില്ല എന്നുള്ള സ്ഥിതി വന്നപ്പോൾ ഞാൻ ആ യാത്ര ക്യാൻസലാക്കി. പക്ഷേ മനസ്സിനൊരു പ്രയാസമായിരുന്നു. ഞാൻ വെറുതെ സെലിം പ്രവർത്തനമൊന്ന് വിളിച്ചു. പക്ഷെ അദ്ദേഹത്തിന്റെ വീണ്ടും നിർബന്ധപ്രകാരം എന്റെ ഭാഗ്യം എന്ന് പറയട്ടെ, ഞാൻ ആ യാത്ര വീണ്ടും പുനരാരംഭിക്കാൻ തയ്യാറായി. അങ്ങനെയാണ് കൊടൈക്കനാലിനെ പറ്റി ഞാൻ പഠിക്കുന്ന അവസരത്തൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ കണ്ടവരാരും എന്നോട് നേരിട്ട് പറഞ്ഞതായിട്ട് എനിക്കറിയില്ല. തമിഴ്നാട് ജില്ലയിൽ ഇത്രയും വിശാലമായ ഫോറസ്റ്റ് ഉണ്ടെന്നും ഇതിനടുത്ത് പ്രകൃതി സുന്ദരമായ സ്ഥലമുണ്ടെന്നും എനിക്കറിയില്ലായിരുന്നു. ഇന്ന് അവിടെ ചെന്നപ്പോഴാണ് ആ സ്ഥലത്തിന്റെ പ്രത്യേകത. പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുന്നവർക്ക് ഏറ്റവും നല്ലൊരു പ്രദേശം. അതുപോലെ തന്നെ ഈ അസ്സലാമു അലൈക്കും, നമസ്കാരം. ഞാൻ അഹമ്മദ് OM, സ്ഥലം പേരാമ്പ്രയാണ്. ഇന്നലെ പരിചയപ്പെടുത്തിയിരുന്നു. ഇപ്പൊ ടൂറിന്റെ അനുഭവങ്ങളൊക്കെ എല്ലാവരും ഇവിടെ പങ്കുവെച്ച് കഴിഞ്ഞ് ഇനി വീണ്ടും ഞാനത് തന്നെ ആവർത്തിക്കുന്നില്ല. എനിക്കിതിൽ പറയാനുള്ളത്,
നമ്മൾ ടൂർ സംഘടിപ്പിച്ച കോർഡിനേറ്റർമാരെ പറ്റിയാണ്. കാരണം സംഘടിപ്പിച്ച അന്ന് മുതൽക്ക് ഇന്നത്തെ ദിവസം ഇപ്പം കഴിഞ്ഞിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അതായത് കരുണ മാഷായാലും പിന്നെ മോഹൻദാസ് മാഷായാലും സലീമിക്കായാലും എല്ലാവരും നല്ല ടെൻഷൻ അനുഭവിച്ചത്. അതെന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാതെ. കാരണം അന്നത്തെ ആ ദിവസം മുതൽക്ക് അവരിങ്ങനെ എല്ലാവരെയും വിളിച്ച് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ചില ആൾക്കാർ പെട്ടെന്ന് ക്യാൻസൽ ആവുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഈ പേര് കൊടുത്തത്. അഡ്വാൻസ് കൊടുത്തില്ല, സോറി. അങ്ങനെയാണ് എന്റെ ഭാര്യനെയും കൂടി കൂട്ടണമെന്ന് തീരുമാനം എടുത്തത്. കാരണം ഭാര്യയ്ക്ക് ഒരു പേടി എന്നെ ഒറ്റയ്ക്ക് വിടാൻ. കാരണം ചെറുപ്പക്കാരനാണല്ലോ. അങ്ങനത്തെ സ്ഥലത്ത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പേടിയുള്ളത് കൊണ്ട് അവള് പറഞ്ഞു ഞാനും നിങ്ങൾ ഒറ്റയ്ക്ക് പോകണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവളെയും കൂട്ടി അത് ചാൻസ് കിട്ടിയത് കുമാരേട്ട പിന്മാറി എന്ന് പറഞ്ഞ ശേഷമാണ് ഈ ഒരു ചാൻസ് എനിക്ക് കിട്ടിയത്. കാരണം ഇപ്പം ചുരുക്കി പറയുകയാണെങ്കിൽ ടൂർ നല്ലൊരു പിന്നെ അനുഭവമാണ്. ഒരുപാട് ടൂറൊക്കെ നമ്മൾ പങ്കെടുക്കുകയും പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കൃഷി വന്നായിട്ടും മറ്റേതും പോയിട്ടുണ്ട്. പക്ഷെ ഇതും നല്ലൊരു അനുഭവം. നമ്മൾ ഒരുപോലെ ഒരേ പ്രായക്കാരും ചെറുപ്പക്കാരും പ്രായമുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. നല്ലോണം ആസ്വദിച്ചു കാഴ്ചയായിരുന്നു. പിന്നെ നല്ലൊരു കോട്ട് വാങ്ങാൻ പറ്റി, ഒരു ഷാള് വാങ്ങാൻ പറ്റി, നല്ല തോർത്ത് കിട്ടി. അങ്ങനെ കുറെ സംഭവങ്ങൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അടിപൊളിയായിട്ട് ഗുഡ് ഈവനിങ്. പിന്നെ ഞാൻ ഷാഹിദ ജലീൽ കുറ്റിയടി. ഈ പിന്നെ കൃഷി അറിയാം പഠിക്കാന്നുള്ള ഈ ഗ്രൂപ്പിൽ കഴിഞ്ഞ വർഷം ഇവരെ കൂടെ പോകാൻ വേണ്ടി എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. പേരൊക്കെ കൊടുത്ത് അവസാനം പിന്മാറിയ ആളാണ്. ഇപ്രാവശ്യം ഞാൻ പഠനയാത്ര പറഞ്ഞിട്ടാണ് പോകുന്നത്. അത് കൃഷിയിലേക്കാ പോവാന്നൊന്നും എനിക്കത്ര ഓർമ്മയൊന്നുമില്ല. അവര് പറഞ്ഞിട്ടുണ്ട് കൊടൈക്കനാലിൽ പറഞ്ഞാൽ അവർ കാണാനുള്ളൂ, കൃഷിയെപ്പറ്റി പ്രത്യേകം പറയാനൊന്നും ഇല്ല എന്നുള്ളത് കൊണ്ട് ആ കൺസെപ്റ്റ് എന്റെ മനസ്സിൽ വെച്ച് പോകുന്നത് കൊണ്ടായിരിക്കാം എനിക്ക് വന്നത് ഭയങ്കര ഇഷ്ടമായി. ഒന്നാമത് എനിക്ക് ഇങ്ങനത്തെ കാടും മലയും ആടാനും ഒറ്റയ്ക്ക് ഇരിക്കാനും ഇഷ്ടം. പക്ഷെ ആൾക്കാരുടെ കൂട്ടത്തിലായത് കൊണ്ട് ആ ഇരുത്തം നടന്നിട്ടില്ല. ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഇങ്ങനെ ആലോചിച്ചിട്ട് ഇരിക്കാൻ ഭയങ്കര ഇഷ്ടം. അത് വട്ടായാലയില വരാന്തെന്ന് വിളിച്ചാലും എന്ത് വിളിച്ചാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ കൊടൈക്കനാലില് വരാന് എല്ലാരും വരുന്നത് ഈ ഒരു ഇവിടുത്തെ ഈ കോടമഞ്ഞില്ലേ അത് പെയ്തിറങ്ങുന്നുണ്ട്. അത് നമ്മൾ ആദ്യം തന്നെ ഇന്നത്തെ ആ വ്യൂ ഫസ്റ്റുള്ള അവിടുത്തെ പോയപ്പോ അത് കിട്ടിയിട്ടുണ്ട്. മറ്റുള്ള സ്ഥലങ്ങൾ എനിക്ക് എൻ്റെ ആരോഗ്യപരമായ കാര്യങ്ങൾ കയറാൻ പറ്റിയിട്ടില്ല. എന്നാലും അവിടെയൊക്കെ നല്ല എൻജോയ് ചെയ്തു എന്നുള്ളത് മനസ്സിലായി. പിന്നെ എൻ്റെ ചെറിയ മക്കളും എൻജോയ് ചെയ്തിട്ടുണ്ടാവുന്ന പോലെ ഇതിൽ കാണുന്നത്. 2 മക്കളെ സഹോദരിമാരെ 2 മക്കളെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. അവരെന്തായാലും ആ കുതിരപ്പുറത്ത് കയറിയത് കൊണ്ടെങ്കിലും എൻജോയ് ചെയ്ത്. ബാക്കി ഞാൻ കണ്ടിട്ടില്ല, അവര് പോയി. അപ്പൊ എല്ലാം കൊണ്ടും എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. നിങ്ങളുടെ ഭക്ഷണം ഏറ്റവും നല്ല ഭക്ഷണം എന്നല്ലേ നമ്മള് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്ന അതുപോലത്തെ ഭക്ഷണം. അതുകൊണ്ട് ആർക്കും ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല എന്ന് എന്റെ വിശ്വാസം. ഞാൻ ഫൗസിയ വാണിമേൽ. കൃഷി ഗ്രൂപ്പിൽ എന്റെ ഭർത്താവുള്ളതുകൊണ്ട് ഭർത്താവിന്റെ കൂടെ വന്നതാണ്. പിന്നെ എല്ലാരും പറഞ്ഞ പോലെ തന്നെ ടൂറ് കുഴപ്പമൊന്നുമില്ല. ഇന്നത്തെ നല്ല ഉഷാറേനും ഇന്നലെ എനിക്കും സുഖയില്ലേനും. അതുകൊണ്ട് എനിക്ക് അത്ര നല്ല ഇതായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ ഇന്നത്തെ ഒന്നുമില്ല ഇന്ന് നല്ലത്. പിന്നെ ഭക്ഷണം എല്ലാം നല്ല ഉഷാർ തന്നെ. കൂടമുല്ല ചിരിയുള്ള കോയിലിന്റെ സ്വരമുള്ള പുതു മണവാട്ടി നിന്റെ ഇതാ വരുന്നേ പെണ്ണേ ഇതാ വരുന്നേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ സൗദ സലാം, കൊടുങ്ങല്ലൂര്. അൽഹംദുലില്ലാഹ് ഇതൊരു നല്ല ഒരു യാത്രയായിട്ടാണ് മനസ്സിലായത്. എന്തായാലും ഞാൻ ഇന്നലെ അവിടുന്ന് പുറപ്പെടുമ്പോ എല്ലാവരും അപരിചിതരായിരിക്കും. അതുകൊണ്ട് യാത്ര എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ വന്ന് കൊടൈക്കനാലിൽ എത്തിയപ്പോഴേക്കും കുറച്ചുപേരൊക്കെ പരിചയപ്പെടാനും അങ്ങനെ ഓരോ യാത്രയിലും ഓരോരുത്തരുമായിട്ട് പരിചയം സ്ഥാപിക്കാനും നല്ല രീതിയിൽ ഈ ടൂറ് ആസ്വദിക്കാനും കഴിഞ്ഞു എന്നത് വളരെ നല്ല ഒരു അനുഭവമായിട്ട് തോന്നി. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, റബ്ബനാ മാ ഖലഖത ഹാദാ ബാത്തില സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. ഭൂമിയിലൂടെ ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ സൃഷ്ടി വൈഭവത്തെ കുറിച്ച് ചിന്തിക്കാനും
അതിനുവേണ്ടി അവസരം കണ്ടെത്താനും നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോ കൊടൈക്കനാലിലെ വളരെ മനോഹരമായ കാഴ്ചകൾ ഓരോന്ന് കാണുമ്പോഴും ആ അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വരികയും നമുക്ക് അത് നമ്മുടെ വിശ്വാസം കൂടുതൽ വർദ്ധിപ്പിക്കാനും അത് കാരണമായി എന്നുള്ളതാണ് ഒന്നാമതായി പറയാനുള്ളത്. അതുപോലെ തന്നെ എല്ലാവരും പരസ്പരം നല്ല രീതിയിലുള്ള ഒരു ബന്ധവും പരിചയമില്ലെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതൽ പരിചയപ്പെടാനും ആ ബന്ധം നിലനിർത്താനുമുള്ള ഒരു ശ്രമം ഉള്ളതായിട്ട് തോന്നി. അപ്പോൾ കൃഷി ഗ്രൂപ്പ് പോലുള്ള ഇത്തരം ഗ്രൂപ്പുകളിൽ ഈ രീതിയിൽ കൂടുതൽ ബന്ധപ്പെടുവാനും അതുപോലെ കൂടുതൽ അനുഭവ സമ്പത്തുള്ള ആളുകളിൽ നിന്ന് അതൊക്കെ സ്വന്തമാക്കി അത് സ്വന്തം ജീവിതത്തിലും അത്തരം കൃഷി പോലുള്ള കാര്യങ്ങൾ ഭംഗിയായിട്ട് നടത്താനും കഴിയണം എന്നുള്ളതാണ് ഒന്നാമതായിട്ട് പറയാനുള്ളത്. ഞാൻ വളയന്നൂരാണ് സ്ഥലം. പിന്നെ ഈ ടൂറ് വളരെ ഇഷ്ടമായിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇതേ പ്രാവശ്യം തന്നെ ഇവരുടെ കൂടെ ടൂറിൽ പങ്കെടുക്കാനുള്ളൊരു അവസരം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഈ പ്രാവശ്യം ടൂറിൽ പേര് കൊടുത്ത് ശേഷം പിൻവലിയണോ എന്നുള്ള 100 പ്രാവശ്യം അങ്ങനെ ആലോചിച്ചിരുന്നു. ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയത് അതെങ്ങാനും ഞാൻ പിൻവലിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കതൊരു ഭയങ്കര നഷ്ടമായിരുന്നു എന്നുള്ളതാണ്. കാരണം ഒരുപാട് ആളുകളെ അറിയാനും അവരെ മനസ്സിലാക്കാനും കുറെ സുഹൃത്തുക്കളെ ഈ പറഞ്ഞ തൃശ്ശൂരുള്ള പിന്നെ ഒരു ടീച്ചർ, എൻ്റെ ജ്യേഷ്ഠത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ടീച്ചർ, അങ്ങനെ ഒരുപാട് ആളുകളെ പരിചയപ്പെടാനുള്ള കഴിഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാ വളരെ സന്തോഷം തന്നെ. അതേപോലെ നമുക്ക് നൽകിയ ഭക്ഷണങ്ങൾ മറ്റ് എല്ലാം വളരെ നന്നായിട്ടുണ്ട്. ഇനിയും ഇത്തരം ടൂറുകൾ സംഘടിപ്പിക്കുകയും ഇതുപോലെ നല്ല സ്ഥലങ്ങൾ കാണാനെല്ലാം നമുക്ക് ഇനിയും അവസരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സുഹൃത്തുക്കളെ, കൃഷി അറിയാം പഠിക്കാം എന്ന കുടുംബത്തിലെ എല്ലാ അംഗങ്ങളോടും എൻ്റെ പേര് മൊയ്തു ഹാജി വായേരി. ഞാൻ വിദ്യാഭ്യാസപരമായിട്ട് വളരെ പിന്നോക്കത്തിലാണ്. എനിക്ക് അതേപോലെ വിദ്യാഭ്യാസം 6ാം ക്ലാസ്സും കുസ്തിയുമാണ് എൻ്റെ വിദ്യാഭ്യാസം. പിന്നെ ഈ ഗ്രൂപ്പിൽ ഈ യാത്രകളോടൊപ്പം പങ്കെടുക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇനിയും ഈ ഗ്രൂപ്പ് ഇതുപോലുള്ള ഗ്രൂപ്പുകളിൽ പിന്നെ പങ്കാളിയാകുവാൻ വലിയ ആഗ്രഹവും. വിതയ്ക്കുന്നവനെ കൊണ്ടൊരു കാര്യം വരുവാനില്ല, നല്ല കൃഷിക്കാരൻ താൻ വിത്തൊരു കല്ലിൽ വിതച്ചാൽ കരികേയുള്ളൂ എന്നറിയുന്ന ജനങ്ങൾ മഹത്തുക്കളെങ്കിൽ. എന്റെ പേര് സുഹറ, ചങ്ങരംകുളം. ഞാൻ കൃഷി ചെയ്യുന്നുണ്ട്. ഇപ്പൊ ചെറുതായിട്ട് കൃഷി ഒന്ന് നിർത്തിയിട്ടുള്ളത്. മുമ്പ് കാലത്ത് ഒരുപാട് കൃഷി ചെയ്തിട്ടുണ്ട്. കൃഷി പഠന യാത്ര എന്നും പറഞ്ഞിട്ടുള്ള ഈ യാത്രയിൽ ഞാൻ പങ്കെടുക്കുമ്പോൾ ഞാൻ കൃഷി പഠിക്കുവാനല്ല വന്നത്. പിന്നെ ഇവിടുത്തെ ഭൂപ്രകൃതി ആസ്വദിക്കുവാനും ഇവിടുത്തെ തണുപ്പിനെ ആസ്വദിക്കുവാനും ഈ യാത്രയിലുള്ള ആൾക്കാരുടെ കൂടെ ആസ്വദിക്കുവാനും, അത് 3 കാര്യത്തിനാണ് ഞാൻ ഈ യാത്രയിൽ പങ്കെടുത്തത്. പിന്നെ ഇവിടെ ഈ കൊടൈക്കനാലിൽ പോയിട്ട് ഒരു കൃഷി പഠിക്കുക എന്ന് പറഞ്ഞാല് ഇവിടുത്തെ കാലാവസ്ഥ അല്ല നമ്മളെ കേരളത്തിലെ കാലാവസ്ഥ. ഇവിടെ ശീതകാല വിളകളാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അത് ഇവിടെ പഠിച്ച് അങ്ങ് കൊണ്ടുപോയിട്ട് നമുക്കത് ഒരു കൃഷി ഉപയോഗപ്പെടുത്തുവാനൊന്നും അത്ര സാധ്യമല്ല. പിന്നെ ശീതകാല വിള എന്ന് പറഞ്ഞാൽ ഞാൻ 2008 എന്റെ ഭർത്താവ് താമരശ്ശേരി ട്രഷറിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് കോളിഫ്ലവറിന്റെയും കാബേജിന്റെയും തൈ ചെറിയൊരു പെട്ടിയിലാക്കി കൊണ്ടുവന്നു. അന്നേ ചെയ്യുന്നുണ്ട്. ഈ വർഷം അത് ചെയ്തിട്ടില്ല. എന്ന് വെച്ചാൽ കാലാവസ്ഥ മാറി. അപ്പൊ അതൊന്നും നമുക്ക് അങ്ങനെ ഉണ്ടായി കിട്ടുന്നില്ല. അതുകൊണ്ട് ആ കൃഷിയെല്ലാം നിർത്തി. പിന്നെ ഇപ്പം കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് തേനീച്ച കൃഷിയും, പിന്നെ ഞാൻ കൂടുതൽ താല്പര്യപ്പെടുന്ന മാവ് ക്രാഫ്റ്റിങ്ങിലും അതിലുള്ള ഒരു പഠനമായിട്ട്. എൻ്റെ പേര് മൊയ്തു. ഇപ്പൊ നേരത്തെ പറഞ്ഞ സൂറന്റെ ഭർത്താവാണ്. യാത്രയില് പിന്നെ ഞാൻ നല്ല ആസ്വദിച്ചു, പ്രകൃതി ഭംഗി നല്ലോണം ആസ്വദിച്ചിട്ടുണ്ട്. പ്രിയ കൃഷി അറിയാം പഠിക്കാം എന്ന ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ യാത്ര ചെയ്യുന്ന പ്രിയ സഹയാത്രികരെ എല്ലാവർക്കും എൻ്റെ ഹൃദയംഗമായ നമസ്കാരം. ഞാൻ അശോകമസ്ത്ര മൊഗേൽ. ഒറ്റയ്ക്കേ ഉള്ളൂ, ഭാര്യനെ കൂട്ടാൻ പറ്റിയിട്ടില്ല. നമ്മൾ ഇന്നലെ പരിചയപ്പെട്ടാണ്. നമ്മളെ യാത്രയെക്കുറിച്ച് പറയുമ്പോൾ ജീവിതം തന്നെ ഒരു യാത്രയാണ്. ഗർഭപാത്രം മുതൽ ഖബർസ്ഥാൻ വരെയുള്ള ഒരു യാത്രയാണ് ജീവിതം. അങ്ങനെ നിരവധി ലോകോത്തര സാഹിത്യകാരന്മാർ യാത്രയെ പലതരത്തില്
അർത്ഥങ്ങൾ കണ്ടെത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഞങ്ങളാണെങ്കിൽ, ഞങ്ങളുടെ ഭാഷയിലാണെങ്കിൽ ഗൃഹപാത്രം മുതൽ ചിത വരെയുള്ള ജീവിതമാണ് യാത്ര. അത് ചിലപ്പോൾ ഹ്രസ്വമാകാം, ദീർഘമാകാം. യാത്ര വലിയൊരു അനുഭവമാണ്, അറിവാണ്. ഒരുപാട് സന്തോഷങ്ങളും ദുഃഖങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അതിന്റെ പരിചയം തന്നെയാണ് യാത്ര. അവിടെ നമുക്ക് സുഖദുഃഖങ്ങൾ ഉണ്ടാവണം. അതിൽ നിന്നുള്ള തിരിച്ചറിവുകൾ നമ്മളെ അടുത്ത യാത്രക്കുള്ള ഊർജമായിട്ടും നമ്മുടെ പോരായ്മകൾ പരിഹരിക്കാനുള്ള ഒരു സംഗതിയായിട്ടും യാത്രകൾ മാറേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം, നമ്മളെ ആദ്യത്തെ തൃശ്ശൂർ യാത്രയിൽ നിന്ന് എത്രയോ മെച്ചപ്പെട്ട ഒരു യാത്രയാണ് ഈ യാത്ര. ഇതില് ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കുകയാണ്. അത് ഇതിന്റെ സംഘാടകരെ നമുക്ക് പറഞ്ഞോളാം. എല്ലാവരും സംഘാടകരാണ്. ഏറ്റവും നല്ല നേതാവിനാണ് ഏറ്റവും നല്ല അനുയായി ആവാൻ പറ്റുക. ഏറ്റവും നല്ല അനുയായിക്കാണ് ഏറ്റവും നല്ല നേതാവാകാൻ പറ്റുക. അപ്പൊ ഇത് നമ്മളൊരു കൂട്ടുത്തരവാദിത്തമാണ്. ആരെയും കുറ്റപ്പെടുത്താനോ ഒന്നും പറയല. അനുഭവങ്ങളാണ് നമ്മൾ എപ്പോഴും എന്തെടുക്കുന്നത്, ഗുരുനാഥനായിട്ട് എടുക്കുന്നത്. ഞാൻ എൻ്റെ ഒരു ചെറിയ അനുഭവം പറയാണ്. അപ്പൊ നമുക്ക് ഇതിൽ വന്നു ചേർന്നിട്ടുള്ള പോരായ്മകൾ നമുക്ക് അവിടെ മനസ്സിലാവും. എന്തും നമുക്ക് അപ്ഡേഷനാണ് വേണ്ടത്. അപ്ഡേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏറ്റവും ലേറ്റസ്റ്റ്. നമ്മളിപ്പോ കോഴിക്കോട് പോയാലും ബിരിയാണി എന്നാണെങ്കിൽ ചിലപ്പോൾ ടോപ്പ് ഹോമിലാണ് പോവാ, സാഗറിൽ. അത് പണ്ടേയുള്ള പേരാണ്. ഇപ്പൊ അടുത്ത കാലത്തു അതിലൊരു പേര് ദോഷം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ പോകില്ല. അതാണ് അപ്ഡേഷൻ എന്ന് പറയുന്നത്. അത് യാത്രയെ സംബന്ധിച്ചുള്ള ലൊക്കേഷൻ ആവാം, നമ്മുടെ പ്ലാനിങ് ആവാം. സീറ്റിൽ ഇങ്ങനെ ഇരുന്നിട്ടാണ് ഓരോരുത്തർ, ഞാൻ ഇന്ന ആളാണ്, ഇന്നടത്തിലാണെന്നാണ്. എന്റെ മുഖവും കാണുന്നില്ല, ഒന്നും കാണുന്നില്ല. ഞാൻ പിറ്റേ ദിവസം ഞാൻ തന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഒരു ഭാര്യനെ പരിചയപ്പെടാൻ പറ്റി, അതുപോലെ ജലീൽ ഭായി, അങ്ങനെ ഒരുപാട് യാത്രകൾ എപ്പോഴും നമുക്ക് പുതിയ പുതിയ അനുഭവങ്ങൾ, അറിവുകളുണ്ട്. എന്റെ വാക്കുകൾ നീണ്ടുപോയെന്നറിയില്ല. ഓരോ സമുദ്രനിരപ്പിലും വളരുന്ന ചെടികളുടെ രൂപഘടന നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ അത് സൃഷ്ടിവൈഭവം കാണാം. ഇലകള് നൂല് പോലുള്ളയും വണ്ണമുള്ള, ഇപ്പൊ ഇവിടെ നോക്കിയാൽ ഒറ്റ തേക്കിന്റെ ഇലയും വണ്ണമുള്ള വലിയ ഇലകൾ കാണാൻ പറ്റില്ല. ഇവിടെ പൈനി, സിൽവർ ഓക്ക്, അല്ലെങ്കിൽ ദേവദാരു, ചെറിയ ചെറിയ ഇല കാണാം. കാരണം കാറ്റ് അതിന്റെ മുകളിൽ കാറ്റ് പിടിച്ചു കഴിഞ്ഞാൽ അത് മറിഞ്ഞു വീണു പോകാതിരിക്കാനുള്ള ചെടികൾ കൊണ്ടാണ് ഇവിടെ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നത്. ചുറ്റുപാടുകൾ നോക്കിക്കൊണ്ടിരിക്കുക. ഇതൊക്കെ പ്രപഞ്ച സൃഷ്ടാവിന്റെ ഒരു സൃഷ്ടിവൈഭവം ആണ്. ഇതൊക്കെ അറിയാത്തവര് ഇവിടെ കൊണ്ടുവന്ന് തെങ്ങ് കുഴിച്ചിട്ടാലോ വാഴ കുഴിച്ചിട്ടാലോ ഇത്രയൊക്കെ ഇതാണ് ഒരു ദൈവവിശ്വാസിയുടെ കണ്ണിൽ കൂടി കാണുമ്പോൾ ഈ ലോകം നമുക്ക് യാത്ര എന്ന് പറയുന്നത് നേരത്തെ ഇവരൊക്കെ പറഞ്ഞതുപോലെ യാത്ര മനസ്സിനും ശരീരത്തിനും ആനന്ദവും കുളിരും നൽകുന്ന ഒരു സംഗതിയാണ് യാത്ര. അതുകൊണ്ട് തന്നെയാണ് പിന്നെ യാത്ര ചെയ്യൂ, നിങ്ങൾ ഭൂമിയിൽ സഞ്ചരിക്കൂ എന്ന് ദൈവം പറഞ്ഞത്. സഞ്ചാരം എല്ലാ മതത്തിലും പിന്നെ സഞ്ചാരത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ സഞ്ചാരം എന്തുകൊണ്ടും വളരെ നല്ലതായിരുന്നു. നമ്മൾ കൂടുതൽ അമിതമായി പ്രതീക്ഷിക്കുന്നതുകൊണ്ടാണ് പ്രശ്നം. അമിതമായ പ്രതീക്ഷകൾ വെക്കുമ്പോഴാണ്, നമ്മളൊരു മിതമായ പ്രതീക്ഷയിലാണ് പോകുന്നതെങ്കിൽ വളരെ ഭംഗി. നമ്മൾ സത്യത്തിൽ എനിക്ക് തോന്നിയത് നല്ല ചൂടുള്ള സമയത്താണ് നമ്മൾ പ്ലാൻ ചെയ്തത്. പക്ഷെ നമ്മൾ പുറപ്പെടുമ്പോൾ നല്ല മഴയായിരുന്നു. അതുകൊണ്ടായിരിക്കും നമ്മളെ മനസ്സ് മാറി. അല്ലെങ്കിൽ മനസ്സ് മാറില്ലായിരുന്നു. നല്ല മനസ്സ്, നല്ല ചൂടുള്ള സ്ഥലത്ത് നിന്ന് തണുപ്പിലേക്ക് പോകണം എന്നുള്ള സുന്ദരമായ ആ ഒരു ചിന്ത ചെറിയൊരു മാറ്റം വന്നത് മഴയിൽ സഞ്ചരിച്ചതാണ്. ഏതായാലും മഴ കാണാനും അനുഭവിക്കാനും സാധിച്ചു. നല്ലൊരു അനുഭവമായിരുന്നു. നേരത്തെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഭക്ഷണത്തെക്കുറിച്ച്. ഭക്ഷണം വളരെ നല്ലതായിരുന്നു, ഹൃദ്യമായിരുന്നു. സലീം സാഹിബ് പറഞ്ഞ പോലെ ഒരുപാട് ആളുകളായിട്ട് പരിചയപ്പെടാൻ സാധിച്ചു. നല്ല ഹൃദ്യത ഉണ്ടായിരുന്നു. നമുക്ക് വീണ്ടും ഇതുപോലെ ഒരു യാത്ര ഞങ്ങൾ റെഡിയാണ്. കൃഷി അറിയാൻ പഠിക്കാം ഗ്രൂപ്പ് സഹോദരങ്ങളെ, എന്റെ പേര് സലീം തോമസ്. ശബ്ദത്തിലൂടെ മാത്രമാണ് എനിക്ക് എല്ലാ ആൾക്കാരെയും പരിചയം. നേരിട്ട് പരിചയമുള്ള ആൾക്കാർ വളരെ കുറവായിരുന്നു. ഇന്നാണ് നമ്മൾ പലരുമായിട്ട് നേരിട്ട് പരിചയപ്പെട്ടത്. എന്നിരുന്നാലും എന്റെ ഈ കുറെ കാലത്തെ ഈ വാട്സപ്പ് ഇൻഫർമേഷൻ ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള ഈ പരിചയം വളരെ അധികം വിലപ്പെട്ടതാണ് എന്ന് മനസ്സിലായത് ഈ ടൂർ പാക്കേജുമായിട്ട് മുന്നോട്ട് വന്നപ്പോൾ. ഞാൻ കഴിഞ്ഞ ആഴ്ചയാണ് ഖത്തറിൽ തിരിച്ചു വന്നത്. ഈ ഖത്തറിൽ നിന്നുകൊണ്ട് നമ്മളെ മൊയ്തു ഹാജി ഒരു ടൂറിനെ കുറിച്ച് പറയുകയും അത് കരണം മാഷ് ഏറ്റെടുക്കുകയാണെങ്കിൽ അത് വിജയിക്കുമെന്ന് മോഹൻദാസ് സാർ പറയുകയും കരണം മാഷ് അത് ഏറ്റെടുക്കാൻ സന്നദ്ധനാവുകയും ചെയ്തു. മോഹൻദാസ് സാർ അതിന്റെ കോർഡിനേഷൻ നടത്തി. ഞാൻ ഖത്തറിൽ നിന്ന് ആൾക്കാർക്ക് ഗ്രൂപ്പിലൂടെ മെസ്സേജ് അയച്ചു. ചില ആൾക്കാർക്ക് ടീമിലൂടെ സംസാരിച്ചു. പലരും പല കാര്യങ്ങളും എൻ്റെ അടുത്ത് ടീമിലൂടെ സംസാരിക്കുന്നുണ്ട്. ആ രീതിയിൽ പറഞ്ഞു. വളരെ ഭാഗ്യമെന്ന് പറയട്ടെ, 10 ദിവസം കൊണ്ട് തന്നെ 50-ലധികം ആൾക്കാർ യാത്രയിൽ പങ്കെടുത്തു. ഈ യാത്രയിൽ പങ്കെടുത്ത പലരും ഒരു ഘട്ടത്തിൽ യാത്രയിൽ പങ്കെടുത്തു, പിന്നീട് പുറത്തുപോയി, പിന്നീട് അകത്തു വന്നു. അങ്ങനത്തെ കുറെ ആൾക്കാരുണ്ട്. എന്നിരുന്നാൽ അതൊക്കെ ഒരു ടെൻഷൻ ആയിട്ടാണ് പലരും കാണുക. പക്ഷെ ഞാനത് എൻജോയ് ചെയ്തിരുന്നു.
വളരെ നല്ല രീതിയിൽ ആൾക്കാർ ഔട്ടാവൽ ഇന്നാലൊക്കെ എൻജോയ് ചെയ്തിരുന്നു. അവസാന സമയത്ത് കുറച്ച് ആൾക്കാർ പിന്മാറിയതിന് നമുക്ക് അവരെ റീപ്ലേസ് ചെയ്യാൻ പറ്റിയില്ല. അതിന്റെ ഒഴിവ് ഈ ബസിന്റെ സീറ്റുകളിലുണ്ട്. പിന്നെ 4-5 പേർക്ക് ഇരിക്കാനുള്ള സൗകര്യം ഇപ്പോഴും ബാക്കിയാണ്. ആ ഒരു ബുദ്ധിമുട്ടില്ല. എല്ലാ ആൾക്കാരും യാത്രയെ കുറിച്ചിട്ട് വളരെ നല്ല കമന്റ് പറയുന്നു. ഞാൻ ഈ യാത്ര സംഘടിപ്പിക്കാനുണ്ടെങ്കിൽ നിങ്ങളെപ്പോലെ തന്നെ യാത്രയിലെ ഒരു മെമ്പർ എന്ന നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ യാത്ര വളരെ ദയനീയമാണ്. സമയമായിട്ട് ഘോരഘോരമായ അവലോകനങ്ങൾ കേട്ട് ബോറടിച്ചിരിക്കുന്നു നിങ്ങൾ. ഇപ്പൊ ഭൂമിയുടെ കിടപ്പിനെ പറ്റി, പ്രപഞ്ചത്തിന്റെ ഘടനയെക്കുറിച്ച്, കൃഷിയെക്കുറിച്ച്, ഉൽപാദനത്തെക്കുറിച്ച്, ഭക്ഷണത്തെക്കുറിച്ച് ഇതൊക്കെ പറഞ്ഞു. അപ്പൊ ഇത് കവിയുടെ വരികളിൽ എങ്ങനെയാണ് നമ്മുടെ കൊച്ചു കേരളത്തെ വരച്ചു വെച്ചിരിക്കുന്നത് നോക്കണം. അപ്പൊ അതൊരു മാതൃവന്ദനം എന്നുള്ള ഒരു കവിതയിൽ എങ്ങനെയാണ് കവി പറയുന്നത്? വന്ദിപ്പിൻ മാതാവിനെ, വന്ദിപ്പിൻ മാതാവിനെ, വന്ദിപ്പിൻ വരനെയെ, വന്ദിപ്പിൻ വരനെയെ, വന്ദിപ്പിൻ മാതാവിനെ, വന്ദിപ്പിൻ മാതാവിനെ, വന്ദിപ്പിൻ വരനെയെ, വന്ദിപ്പിൻ വരനെയെ. ആടിവീതികളനോ വേലം വെണ്ണുരകളാൽ തുളികൾ പോലെ നിന്റെ ചാരുതൃപദങ്ങളിൽ തൂവെള്ളിച്ചിലമ്പുകൾ ആണിക്കുന്നു. തൃപ്തി കൈവരാഞ്ഞടിക്കുന്നു പിന്നെയും എന്ന് വർദ്ധിച്ചു പോവുകയും ചെയ്യുന്നതിന് കവി പറയുന്നത് പാദസരം അണിയിക്കുകയും അഴിക്കുകയും ചെയ്യുന്നു എന്നാണ്. അപ്പോ ഇത് മാതൃവന്ദനം എന്നുള്ള വളരെ കുറച്ച് വരികൾ കൂടിയുണ്ട്. യാത്രയെ പറ്റി പൊതുവെ പറയുകയാണെങ്കിൽ എനിക്ക് ശാരീരികമായ ചില അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ കൂടി ഇതിൽ ഏകദേശം ഒരു 30% ആൾക്കാരുമായി ഞാൻ പണ്ട് സഞ്ചരിച്ചിട്ടുണ്ട്. ആ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഞാൻ വീണ്ടും വരുന്നത്. കാരണം ഞങ്ങൾ അത്രയും ഒരു വീട്, ഒരു കുടുംബം പോലെ, ഒരു വീട്ടിലെ അംഗങ്ങൾ പോയതുപോലെ പണ്ട് ഒരു ടൂർ നടത്തുകയും അപ്പൊ അതില് പുതിയ ആൾക്കാരെ ആയിട്ട് പരിചയപ്പെടാനും അവരെ നമ്മുടെ സഹോദര ബന്ധത്തിലെ അതീതമായ ഒരു ബന്ധം ഉള്ളത് കൊണ്ട് ഇങ്ങനെ ഒരു ടൂറ് 1-2 വർഷത്തിലൊരിക്കൽ സംഭവിക്കുന്ന, നമ്മളിപ്പോ പലതും പറയും ഇതാ അടുത്ത് നമുക്കൊരു ടൂർ പോകണം എന്നൊക്കെ, ചിലപ്പോൾ വർഷങ്ങൾ എടുക്കും ഒരു ടൂർ കോർഡിനേറ്റ് ചെയ്ത് എല്ലാവർക്കും സമയം കൊണ്ടുവരാൻ. അപ്പൊ എനിക്ക് കഴുത്തിൽ വേദന അപ്രതീക്ഷിതമായിട്ട് വന്നതുകൊണ്ട് എന്റെ വരവ് ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് പോലും ഇതിൽ പങ്കെടുക്കുന്ന ആൾക്കാരെ പറ്റിയും പിന്നെ പുതുതായിട്ട് വന്ന ആൾക്കാരെ പരിചയപ്പെടണം എന്നുള്ള അദമ്യമായ ആഗ്രഹം കൊണ്ട് വേദനയെ തൃണവൽഗണിച്ചുകൊണ്ട് ഞാൻ ഈ യാത്രയിൽ ഒരു അംഗമാവുകയാണ് ഉണ്ടായത്. പക്ഷെ പകുതി വഴി കഴിഞ്ഞപ്പോ നമ്മുടെ ബാറ്ററി ചാർജ് തീർന്ന പോലെ വേദന കൊണ്ട് കുറഞ്ഞത് കൊണ്ട് എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ട് യാത്ര ചെയ്ത് എന്റെ ഒപ്പം യാത്ര ചെയ്ത ഏതെങ്കിലും സഹയാത്രികന് വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ട് ക്ഷമിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഭദ്രമായ ഭസ്മാവും ധാരിച്ചു നാം എന്നെയും ഓർത്തിരണേ, എന്റെ പുന്നാരെ എന്നെയും ഓർത്തിരണേ. അദ്ദേഹത്തിന്റെ വയസ്സ് അപ്പൊ അന്ന് ഇങ്ങനെ ഞങ്ങളെല്ലാം ഇങ്ങനെ 16 പേരില്ല, അപ്പൊ 16 പേര് കാണാണ്ട് പഠിച്ചിട്ട് എഴുതണ്ട. ഞാൻ പറയാം ഇത് തന്നെ അതിപ്പോ ആളുകൾ എന്ത് ചെയ്തു പറഞ്ഞാൽ പണ്ടേ നമ്മളിങ്ങനെ കാളമൂത്രം പോലെ പിന്നെ അത് ചൊല്ലി പഠിക്കാതായിരിക്കുന്നു ഭഗിനി കൃപാരസം എന്നുള്ളത്. ഇപ്പൊ അതിന് പകരം കേസറ്റ് ഇറക്കിയിട്ടുണ്ട്, കേട്ടിട്ടുണ്ടോ? ഗ്രാമത്തിൻ പുറത്തങ്ങു വസിക്കുന്ന ചാമർ നായകൻ തന്റെ കിടാത്തി ഞാൻ ഭരണാധികാരിയുടെ കാലത്തുണ്ടായിരുന്നു. അദ്ദേഹം വലിയ തനാട്ടിലായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ഭരണം കിട്ടിയപ്പോ മിസ്കീനായി യാചകൻ. അദ്ദേഹത്തിന് പിന്നെ മുന്തിരി വാങ്ങാൻ പോലും കഴിവില്ല. അതുകൊണ്ടാണ് ഉണ്ടോ സഗീത, പലരും ഉണ്ട് സഗീത പറയാല്.
യഥാർത്ഥത്തിൽ ഉണ്ട് സഖിയല്ല, ഉണ്ടോ സഖി. സഖിയോട് ചോദിക്കുകയാണ്, ഭാര്യയോട് ചോദിക്കുന്ന, എനിക്കൊരു മുന്തിരി തിന്നാൻ ആഗ്രഹമുണ്ട്, സ്വന്തമായിട്ട് എനിക്ക് പൈസ ഇല്ല എന്ന് പറയുന്നത്. അപ്പം ഭാര്യ വളരെ അന്നു നിന്നെ ഞാൻ കണ്ടപ്പോൾ പാട്ടു വന്നത് പാടി നിർത്തിയതെന്താണ്, പാടി നിർത്തിയതെന്താണ്. ചോട്ടിൽ വെത്തി അരളി വെത്തില വഴിയിലെന്നെ വളകുലുക്കി തടുത്ത് നിർത്തിയതാരാണ്, തടുത്ത് നിർത്തിയതാരാണ്. ഭംഗിയേറുമിടിമിന്നലും മേളമോട് ജലധാരമാരകളും അത്രയും ബഹുമനോഹരം. അർദ്ധരാത്രി സമയം സമാഗതമുദിച്ചു ചന്ദ്രനോ മഹോദത ചിതചാരണ സുരാവലി സ്തുതികളും ദിവി മഹോത്സവം. കഴിഞ്ഞപ്പോൾ വാത്തുമ്മ ഇക്കാര്യം നടക്കില്ലെന്ന്, നിക്കാഹിന് കാലം മനസ്സില്ലെന്ന്. കണ്ണിൽ കരിമണി തേച്ച് വട്ടത്തലയിൽ കെട്ടും കെട്ടി പട്ടുമാരിൽ ചെന്ന് പുരട്ടി തീവണ്ടി കേറി വന്ന കാക്കന്റെ കൽവിയിൽ തീപ്പട്ടി ഉരക്കുന്നു വാത്തുമ്മ. പരത്തിടണം എനിയിലൊട്ടിച്ചേർന്ന പെനും ധരിച്ചിടണം. കണ്ടോ ഇതെന്തൊരു കോലം, കേട്ടോ ഇതിപ്പിട കോലം. കുടിയും കളിയും ഇന്നൊരു പേശൻ താടി മുടിയും. പുള്ളിക്കുയിലിന്റെ കൊഞ്ചല് പോലൊരു പെണ്ണിന്റെ മുളക്കം, ഒരു പഞ്ചാര മുളക്കം. പട്ടാമ്പിപ്പുഴത്തിട്ടുകൾ ചന്ദ്രിക പട്ടുവിരിക്കുമ്പോൾ, പൂമ്പട്ടുവിരിക്കുമ്പോൾ. എത്ര എത്ര നാളുകൾ നാം അതിൽ മെത്തയാക്കി കഴിച്ചു, മലർ മെത്തയാക്കി കഴിച്ചു. ആണ് അതിൻ്റെ വരികൾ എഴുതിയത്. അത് പാടിയത് എൻ്റെ മറ്റൊരു ജ്യേഷ്ഠൻ ഹമീദ് ഷെർവാനി. അതാണ് റെക്കോർഡ് ചെയ്തത്. 1972 എഴുതിയത്. 50 വർഷം കഴിഞ്ഞു. അപ്പോൾ പിന്നെ 72 അപ്പോൾ ഇപ്പം ജ്യേഷ്ഠൻ ഹമീദ് ഷെർവാനിയുടെ മകൻ ഷമീർ ഷെർവാനിയും സിതാരയും കൂടി രണ്ടാമത് ആ പാട്ട് പാടിയിട്ടുണ്ട്. ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി 4 കയ്യിൽ ഉണ്ട് പ്രിയേ, കൽവിലൊരാശ മുന്തിരി തിന്നിടുവാൻ. അങ്ങാരെ എന്നറിയില്ലേ, ഈ നാട്ടിലെ രാജാവല്ലേ, അങ്ങ് വെറും 4 യാചകനായ. കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിനു ചേർക്കണേ, കണ്ണിനാൽ എന്റെ കരളിനൊരു നീയ നൊമ്പരം, കൽവിൽ നിന്ന് ഞമ്മള് കയറി പൊട്ടിയ പമ്പരം. മാഷെല്ലാം ചെയ്ത പണി എന്ന് പറഞ്ഞാൽ ബാണിയിൽ പോയതിൻ്റെ അടുത്ത് ഒരിക്കലെ സൈക്കിൾ ഉരുട്ടി കഷ്ടപ്പെട്ട് 3-4 കുട്ടികൾ കൊണ്ടുവച്ചു. എന്നിട്ട് ഒരിക്കലെ പേരിലുണ്ടാക്കിയ ഒരു പാട്ടാണിത്. ഇത് നിങ്ങൾ അറിഞ്ഞത് നിങ്ങൾക്ക് അടുത്ത PSC പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നിങ്ങൾ പരീക്ഷ പാസ്സാവും, നിങ്ങൾക്ക് ജോലി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇത് നിങ്ങളോട്. ഒരിക്കലെ സൈക്കിൾ ഇതാ, ഒരിക്കലെ സൈക്കിൾ പോയക്കലതാ, നടന്നോ എടുത്തോ നടന്നോ താളന്താകിരിതാ മില്ലത്തെ. അവിടെ മാർക്കളി മിനുക്കളി തിരുക്കോൽ വട്ടം ചാനടി പോയി നേരെ കൊടുത്തോ പോയി ഒറ്റ താളം തീർത്താ. ഗുരുക്കളിതാ, ഒരിക്കലെ സൈക്കിൾ പോയക്കലതാ, നടന്നോ എടുത്തോ നടന്നോ താളന്താകിരിതാ മില്ലത്തെ. കോലോം പൊക്കറ പീടിയലുണ്ട് ഒരു ജീരോ പോലത്തെ കയമാരി, കുത്തണ്ട ചേറണ്ട താളന്താകിരിതാ മില്ലത്തെ. ചൂജു ചുണ്ടങ്ങ ചൂണ്ടിപ്പറിക്കുന്ന നാരങ്ങ നാരങ്ങ താളന്താകിരിതാ മില്ലത്തെ. അവിടെ മർക്കളി മിനുക്കളി തിരുക്കോൽ വട്ടം ചാഞ്ഞടി പോയി നേരെ കൊടുത്തോ ഒറ്റ താളം തീർത്താ. അവിടെ മർക്കളി മിനുക്കളി തിരുക്കോൽ വട്ടം ചാഞ്ഞടി പോയി നേരെ ഗുരുക്കളിതാ, ഒരിക്കലെ സൈക്കിള് പോയക്കലതാ, നടന്നോ എടുത്തോ നടന്നോ താളന്താകിരിതാ മില്ലത്തെ. മരങ്ങൾ ഉയരത്തിൽ മലയുള്ള മരുഭൂമി വിലസിടുന്നു. മരത്തിന്റെ കനികളും നിറതന്ന കിളികളും ആദർഭങ്ങൾ കാണുന്നുണ്ടോ ചൊല്ലേ.
യാചകനായെന്നോ സഖി പ്രാണസഖി നന്നായറിയാം ഞാൻ ഇന്നാട്ടിലമീറാണെന്ന്. എന്നാലും എന്റേതായൊരു ദിർഹമുമില്ല പ്രിയേ. ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി 4 കയ്യിൽ ഉണ്ട് പ്രിയേ. കൽബിലൊരാശ മുന്തിരി തിന്നിടുവാൻ. അമവിയ രാജകുമാരൻ സുഖലോലുപനാം ഇബ്നുൽ അസീസ് അധികാരം കൈവന്നപ്പോൾ ഫക്കീറായി മാറി. ഒരു കിഴവി അവരുടെ വീട് പുനർനിർമ്മാണം ചെയ്യുവാനായി ഒരു ദിവസം ഉമറിൻ വീട്ടിൽ ചെന്നവർ ചൊല്ലുകയായി, ഒരു കാര്യം ചൊല്ലു പെണ്ണെ ഉമർ ഖലീഫ താമസമെവിടെ. ഒരു കാര്യം അവരോടോതാൻ തങ്ങളുടെ വീടെവിടെ. ഈ കൂര ഉമർ ഖലീഫ തങ്ങളുടേതോ സുബ്ഹാനല്ലാഹ്. ഇതുപോലെ വേറൊരു കുടിലിൻ നാട്ടില് ഇല്ലല്ലാഹ്. ഇതുപോലെ നിരവധി നിസ്തുല മാതൃക കാട്ടിയ ജനസേവകനാം ഇബ്നുൽ അസീസ് റഈസുസ്സ ഈ ദീൻ സോദരരേ. പ്പോൾ ഇന്ന് ഞമ്മള് കയറ് പൊട്ടിയ പമ്പരം ചേറിൽ നിന്ന് വളർന്ന് പൊന്തിയ ഓറി നിന്നുടെ കൈയിനാൽ നെയ്ച്ചോറ് വെച്ച് തിന്നുവാനായി ഓതിയുണ്ടൻ കൽബിലേ. മുഖമാകർപ്പം ഗസലുകൾ തൻ പൊന്നൂരാലയിൽ ആടുന്നു സുലൈഖ ബീവി. മൊഞ്ചായ മൊഞ്ചുകൾ അഖിലം കഞ്ചകമേറിയ യൂസഫ് നബിയിൽ ചഞ്ചല പൂവിഴി വണ്ടിനോടിയുള്ള സുലൈഖ ബീവി വലയെറിഞ്ഞേ. അനുഗ്രഹം ചൊല്ലണമെന്റെ തമ്പുരാനേ. പറയാനും പറയാനും മാനം തുറന്നിരക്കാനും നീയല്ലാതാരുമില്ല കോനേ. എന്റെ കരളിന്റെ ഒരുക്കങ്ങളറിഞ്ഞു നീ അനുഗ്രഹം ചൊല്ലണമെന്റെ തമ്പുരാനേ. ഞാൻ വന്ന് നിറയും മശറ സഭയിൽ ഞാൻ ഒരിക്കൽ ചെന്നാണ് പൊന്നനെ സ്വർഗത്തിൽ ഇടം നിന്ന് കനിയും എൽമിൻ വെള്ളി വെളിച്ചം കാണിക്ക് ഇടറാതെ കൽബിൽ ഈമാനൂട്ടി നീ നടത്തിക്ക്. യാഹിലായി നീയാണ് ലാറ്റിൻ രക്ഷ. എന്തിനാണ് ഈ അഗ്നി പരീക്ഷ? കോലം നിൽക്കുന്നതാണ് അന്നെന്റെ കോലം. മക്കാറല്ലിത് ഞാൻ പോയി റങ്കൂൻ എന്നൊരു ചായ മക്കാനി നടത്തും കാലം. നല്ല മക്കിപ്പൂ അത്തറ് പൂശി ചുരുകുറുമാലും വീശി നിൽക്കുന്നതാണ് അന്നെന്റെ കോലം. നിൽക്കുന്നതാണ് അന്നെന്റെ കോലം. രാഗങ്ങൾ കോർത്ത ചുണ്ടുകളാൽ രോമാഞ്ച സൗഹൃദ നിമിഷങ്ങൾ. പച്ച പുല്ലി വിരിക്കുമല്ലോ പൂവിനെ നോക്കി നോക്കി കൊഞ്ചുന്നെന്തിനോക്കി വെക്കി തൊള്ളുന്ന കണ്ടു കണ്ടു കമ്പം മുണ്ടി മുരണ്ട് കൊണ്ട് വാടി നിങ്ങൾ പൂവാണെന്നല്ലോ പിഞ്ചു പൂവിനെ നോക്കി നോക്കി. മുബാറക് മേരെ ദോസ്ത് തുജെ തേരാ മീത് മുബാറക്. കണ്ട പൂങ്കാറ്റേ കാണിക്ക നീ കൊണ്ടുവന്നാട്ടെ. കാരക്ക കായ്ക്കുന്ന നാട്ടിന്റെ മധുപൂറും കിസ്സ പറഞ്ഞാട്ടെ. ആമന കോമല പൊന്മകനായി ആരംഭ പൈതൽ പിറന്നിരുന്നു. ആരംഭ പൈതൽ പിറന്ന നേരം ആനന്ദ
വസന്തം പൂത്തു വിടർന്നിരുന്നു. അമ്പരതട്ടുകളെയും പാടിയ കണ്ടലൻസുൽമാവിയ ആദരയാതന സൃഷ്ടിക്കുവാൻ കാരണമോദരമാക്കിയ ഇമ്പനീ എണ്ണത്തിനുള്ളിൽ ആലാമീനല്ലാടിയ ലല്ലലലലല്ല ലല്ലലലലല്ല ലല്ലലലലല്ല. ആളുകളും ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. അവതരണത്തിന്റെ അതിൽ ശക്തമായ തരത്തിലുള്ള വിമർശനങ്ങൾ ഇതിന്റെ സംഘാടകർക്ക് നേരെ ഉണ്ടായിട്ടുണ്ട്. അനുകൂലമായ രീതിയിലുള്ള സന്തോഷ പ്രകടനങ്ങളും ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായും അതെല്ലാം ഒരു യാത്രയുടെ ഏതൊരു വിഷയത്തെ അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇതിൽ ചില കാര്യങ്ങൾ നമുക്ക് ആദ്യം മുതലേ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ആദ്യം തന്നെ ഒരു കാര്യം പറയുകയാണ്, ഞാൻ ഈ യാത്രയുടെ കോർഡിനേറ്റർ അല്ല. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുവാൻ വേണ്ടി ആദ്യം തന്നെ സൂചിപ്പിക്കുകയാണ്. അതായത് ഈ യാത്രയുടെ തുടക്കം നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്. ഞാൻ ഈ കൃഷി അറിയാം പഠിക്കാം എന്ന ഗ്രൂപ്പിലേക്ക് കടന്നു വന്നിട്ട് അധിക നാളായി. അതേസമയം കുറ്റ്യാടി കൃഷിക്കൂട്ടം എന്ന് പറയുന്ന ഒരു കൃഷി ഗ്രൂപ്പിൻ്റെ കൺവീനറായിരുന്നു. സ്വാഭാവികമായും അതിലുണ്ടായിരുന്ന ഒരു അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് ഇതിലുള്ള ചില ആളുകൾ അല്ലെങ്കിൽ ഒട്ടുമിക്ക ആളുകളും ആ ഗ്രൂപ്പിലേക്ക് കടന്നു പോവുകയും അതിൽ വ്യാപകമായ നല്ല ചർച്ചകൾ നടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അതിലൊരു നിലപാടെടുക്കാത്തത് കൊണ്ട് ഞാൻ ആദ്യം ഈ ഗ്രൂപ്പിലേക്ക് വരാൻ താല്പര്യം കാണിച്ചിരുന്നില്ല. പക്ഷേ പിന്നീട് എനിക്കത് തിരുത്തേണ്ടത് വന്നു. ഞാൻ ഈ ഗ്രൂപ്പിലേക്ക് കടന്നു വന്നു. സ്വാഭാവികമായി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഞാനെല്ലാം കേൾക്കാറുണ്ട്. പക്ഷേ സജീവമായി എൻ്റെ തിരക്കുകൾ കൊണ്ട് ഇതിലേക്ക് വരാറില്ല. ഒരു ദിവസം യാദൃച്ഛികമായി ഒരു ചർച്ച നടന്നപ്പോഴാണ് ഈ യാത്രയെക്കുറിച്ച് സംസാരിച്ചത്. അപ്പോൾ അന്ന് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ഒരു സമയത്ത് ആരോ കൊടൈക്കനാൽ എന്ന് പറഞ്ഞു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലും അതുമായിട്ട് ബന്ധമുണ്ടപ്പോൾ എൻ്റെ പേര് പരാമർശനത്തിന് വിധേയമായി. സ്വാഭാവികമായും ഞാൻ അത് അന്വേഷിച്ചപ്പോൾ ഒന്ന് കുറ്റ്യാടിയിലുള്ള നമ്മളെ ദേവർകോവിലുള്ള ഒരു കക്ഷിയായിട്ടാണ് അന്വേഷണത്തിന് വിധേയമാക്കിയത്. അന്ന് അവര് പറഞ്ഞത് ആ യാത്രയുടെ പദ്ധതികളെ കുറിച്ചും അതിന്റെ ക്യാഷിനെ കുറിച്ചും ആ പയ്യൻ പറഞ്ഞില്ല. ഞാൻ ഉമ്മ ആശുപത്രിയിലായതുകൊണ്ട് എനിക്കത് ഇപ്പം പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നീട് ഞാൻ ബന്ധപ്പെട്ടത് നമ്മുടെ വയനാട്ടിലുള്ള ഒരു ടീമായിരുന്നു. അവർ ഈ പദ്ധതി ഇതേപോലെയുള്ള പ്രൊജക്റ്റിൽ 4000 ചില്ലാനം ഉറുപ്പികയെന്ന് പറഞ്ഞിട്ടുണ്ട്. യാദൃച്ഛികമായി അന്ന് ഇത് സംസാരിക്കുന്ന സമയത്ത് എന്നോടൊപ്പം മണിപ്പാൽ മെഡിക്കൽ കോളേജിൽ പഠിച്ച ഒരു ഫാർമസിസ്റ്റായ സുഹൃത്ത് അജിത്ത് എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അദ്ദേഹമാണ് ഇന്ന് നമുക്ക് ഭക്ഷണം വിളമ്പിത്തരുന്ന ആ മനുഷ്യൻ. അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് പറഞ്ഞു, ഈ പ്രൊജക്റ്റ് ആണെങ്കിൽ എൻ്റെ അടുത്തൊരു സുഹൃത്തുണ്ട് എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വീട്ടിനടുത്തുള്ള റാവുത്തർ എന്ന് പറയുന്ന റഫീഖ് റാവുത്തർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തുമായി ബന്ധപ്പെട്ടു. അപ്പം ദീർഘനേരത്തെ ചർച്ചകൾക്ക് ശേഷമാണ് ഒരാൾക്ക് എന്നുള്ള തരത്തിലല്ല പറഞ്ഞത്, 45 പേർക്ക് ഉൾക്കൊള്ളാവുന്ന ഒരു ബസ്, അത് ഭക്ഷണം നമ്മൾ എന്ത് ചെയ്യുന്നു, ഉണ്ടാക്കി കൊടുക്കുന്നു. യാത്രയിൽ അവർക്ക് താമസിക്കുവാനുള്ള സൗകര്യം ഒരു റൂമിൽ 4 പേര് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് 11 റൂമുകൾ തരും. 11 × 44 ഒരാളുടെ പ്രശ്നമല്ലേ, അതങ്ങനെയാണ്. ഈ പദ്ധതി പ്രകാരം നിങ്ങൾ 1,60,000 രൂപ ആണ് തരേണ്ടത്. ഞാൻ ഈ വിഷയം വളരെ കൃത്യമായി ഇതേപോലെ അവിടെ കേട്ടിരിക്കുന്ന ഗ്രൂപ്പിലേക്ക് പറഞ്ഞു. ഗ്രൂപ്പിൽ അതിനെ കുറിച്ച് ചർച്ചയായി. അതുപ്രകാരം 45 പേർക്ക് അത് വീതിച്ചു കഴിഞ്ഞാൽ 3,600 രൂപ ഒരാൾ എന്നുള്ള നിലക്ക് എടുക്കാം എന്നുള്ള തരത്തിലേക്ക് ബന്ധപ്പെട്ടു. അങ്ങനെ ആ സമയം തിരിച്ചുപോയി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് പുതിയ സർക്കാരിൻ്റെ, നമ്മുടെ തമിഴ്നാട് സർക്കാരിൻ്റെ ഇതുമായി ബന്ധപ്പെട്ടിട്ടൊരു കോടതി വിധി ഉണ്ടായിരുന്നത്. നമ്മുടെ ആ സ്പോട്ട് മാത്രം വരെയാണ് ഈ വലിയ ബസ്സുകൾ കടന്നു പോകും. ശേഷം ഭാഗങ്ങളിലേക്ക് ചെറിയ വാഹനങ്ങൾക്ക് മാത്രമേ കടന്നു പോകുവാനുള്ള അനുമതിയുള്ളൂ. അതുകൊണ്ട് ആ തുക നമ്മൾ പ്രത്യേകം എടുക്കേണ്ടി വരും എന്ന് പറഞ്ഞു. ഒരാൾക്ക് 700 രൂപ വരും.
പക്ഷേ ഞാനത് ആദ്യം നിങ്ങളോട് കമ്മിറ്റ്മെന്റ് ചെയ്തുകൊണ്ട് 100 രൂപ ഞാൻ കുറക്കാം, 600 രൂപ എന്നുള്ള നിലക്ക് എന്ന് പറഞ്ഞു. ഞാൻ ഈ വിഷയവും ബന്ധപ്പെട്ട കോമത്തിനോട് ഉൾപ്പെടെ എല്ലാവരോടും, മോഹൻദാസ് ഉൾപ്പെടെ പേഴ്സണലായിട്ടും ഗ്രൂപ്പിലും പറഞ്ഞു. അപ്പോൾ ഇതിലെല്ലാം ഞാനെന്ന് വെച്ചാൽ ഇവരുടെ മീഡിയേറ്ററായിട്ട് നിന്നിട്ട് നിങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു എന്നുള്ളതാണ്. ഞാൻ ജീവിതത്തിൽ ഒരിക്കലും ഈ കൊടൈക്കനാലിൽ പോയ മനുഷ്യനല്ല. മാത്രമല്ല ഒരു ടൂറും ഓപ്പറേറ്റ് ചെയ്ത ആളല്ല ഞാൻ, ജീവിതത്തിൽ ചെയ്തിട്ടില്ല. കുറ്റ്യാടി കൃഷിക്കൂട്ടത്തിന്റെ ഗ്രൂപ്പ് ഓർഗനൈസ് ചെയ്തതിൽ തൃശ്ശൂറുള്ള എൻ്റെ ഒരു ഫ്രണ്ടിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ അന്നത്തെ സംഘാടകരായിട്ടുള്ള നസീർ ഉൾപ്പെടെയുള്ള ആളുകളാണ് അത് ചെയ്തത്. ഞാൻ അതിൻ്റെയും കോർഡിനേറ്ററല്ല. പക്ഷേ ഏതൊരു പരിപാടിയുടെയും മുന്നിലേക്ക് നിൽക്കുമ്പോൾ അത് ഏറ്റവും മനോഹരമായി സംഭവിക്കുവാനുള്ള എൻ്റെ പ്രയത്നങ്ങൾ സ്വാഭാവികമായി ഉണ്ടാകാറുണ്ട്. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഞാനൊരു കോർഡിനേറ്ററായിട്ട് ആളുകൾക്ക് തോന്നുന്നത്. ഇതിലും ഞാൻ കോർഡിനേറ്റർ അല്ല. പിന്നെ ഓരോ പരിപാടികളുടെയും മുഴുവൻ ചുമതലയും ഓരോരുത്തർക്ക് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുവരെ ഓരോ തരത്തിലുള്ള ചുമതലകളിലും ഞാൻ കൊടുത്തു. ഞാൻ ആകെ അതിൽ ഏറ്റെടുത്തിരിക്കുന്ന ചുമതല ഇതിൻ്റെ ആരോഗ്യപരമായ കാരണങ്ങൾ ഞാൻ ശരിയാക്കുന്നതാണ്. അത് പ്രകാരം എൻ്റെ കയ്യിലുള്ള എല്ലാ തരത്തിലുള്ള മരുന്നുകളും എല്ലാ സൗകര്യങ്ങളും, അതായത് ഈ BP അളക്കുവാനുള്ള ഉപകരണങ്ങൾ പോലും ഇതിലുണ്ട്. പിന്നെ മറ്റൊന്ന് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്യാനുള്ള ഇവരുടെ ഇന്ററാക്ഷൻ ഞാൻ നടത്തിക്കൊള്ളാം എന്ന് പറഞ്ഞു. ഇതാണ് എൻ്റെ ചുമതല. പിന്നെ മറ്റൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ബസ്സിന്റെ ഫോട്ടോ ഉൾപ്പെടെ ഇദ്ദേഹം ഇട്ട് തന്നിട്ടുണ്ട്. ഇദ്ദേഹത്തിന് ആകെ ഈ ബസ് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന് ഒരു പുഷ് ബാക്ക് ബസ്സൊന്നുമില്ല. ഇതാണെങ്കിൽ ഞാൻ ഉൾപ്പെടാം, ഞാൻ ചെയ്യാം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പിന്നീട് അവിടെയുള്ള ചെറുവാഹനങ്ങളെ ഓർഡർ ചെയ്തിരിക്കുന്നത്, ഉത്തരവാദപ്പെട്ടിരിക്കുന്നത് അവിടെയുള്ള ഈ നമ്മുടെ റൂമിന്റെ വാടക കൊടുക്കുന്ന ആ സ്ഥാപനത്തിലുള്ള ആളുകളാണ്. അദ്ദേഹം ഇവർക്ക് യാതൊരു ബന്ധമൊന്നുമില്ല. അതെല്ലാം ഇവർ അന്നേരം തന്നെ പറഞ്ഞിട്ടുണ്ട്, ആ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരെയെല്ലാം നിയന്ത്രിക്കാനുള്ള ഒരു രീതി ഇവരുടെ കയ്യിൽ നിന്നും ശരിക്കും പോവുകയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ആ കെട്ടിടത്തിന്റെ ഒരു കുഴപ്പങ്ങൾ മനസ്സിലാക്കണം. അതൊരു പ്രത്യേക തരത്തിലുള്ള ഉയർച്ച താഴ്ചയുള്ള ഒരു സ്ഥലമാണ്. അത്തരത്തിലുള്ള ഒരു സ്ഥലത്ത് നമുക്ക് ഒരുപാട് അസൗകര്യങ്ങൾ ഉണ്ടാകാം. പിന്നെ നമുക്ക് നോക്കൂ, നമുക്ക് 11 റൂം 11x44 എന്ന നിലക്കാണുള്ളത്. പക്ഷെ നമ്മളിപ്പം 13 റൂം എടുത്തിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, 13 റൂം അവർ നമുക്ക് തന്നിട്ടുണ്ട്. ഒട്ടുമിക്ക റൂമിലും നമ്മളോട് അന്ന് പറഞ്ഞത് ഒരു റൂമിൽ 4 പേരെയാണ്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു റൂമിൽ 2 പേര് താമസിച്ചിട്ടുണ്ട്, 3 പേര് താമസിച്ചിട്ടുണ്ട്. 3-ൽ കൂടുതൽ ഒറ്റ റൂമിലും നിങ്ങൾ ആരും താമസിച്ചിട്ടില്ല. 2 റൂം അവരധികം നമുക്ക് തിരിച്ചാൽ തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് പറ്റിയിരിക്കുന്ന ഒരു അബദ്ധം, കാലത്തെ ഇത് ഒഴിവാക്കി തന്നില്ല എന്നുള്ളതാണ്. ഇവര് വളരെ ദൂരത്ത് നിന്ന് എത്തിയിട്ടല്ല അവരോട് ചോദിച്ചിട്ടുണ്ട്, എല്ലാം റെഡിയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. കൃത്യമായി എല്ലാം റെഡിയാണെന്ന് പറഞ്ഞിട്ട് ആണ് ഇവരെത്തിയപ്പോഴാണ് ഇവരും അതിശയപ്പെട്ടു പോയത്, ഈ റൂമൊന്നും വൃത്തിയാക്കിയിട്ടില്ല എന്നുള്ളത്. പക്ഷെ വൃത്തിയാക്കാത്തതിന്റെ കാരണം നമ്മൾ അന്ന് എടുത്തിരുന്ന, അതിന്റെ തലേന്ന് എടുത്തിരുന്ന ആളുകൾ ഒഴിഞ്ഞു പോയില്ല എന്നുള്ളതാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം നമ്മളെല്ലാം അവിടെ എത്തിയപ്പോൾ നിങ്ങളിൽ ഓരോരുത്തരും ബാത്റൂമിലേക്ക് പോകാനുള്ള ശ്രമമായിരുന്നെങ്കിൽ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഭക്ഷണ സാധനങ്ങൾ മുഴുവനും താഴത്തേക്ക് ഈ ചെമ്പ് പാത്രങ്ങൾ കൊണ്ടുവരുന്ന തിരക്കിലായിരുന്നു. കാരണം 10 മണിക്ക് നമുക്കാർക്കും ചായ കുടിക്കണം, ഭക്ഷണം ഉണ്ടാക്കണം. ഇവർ ഇത്രയും ദൂരം ഉറക്കൊഴിഞ്ഞ് വാഹനം ഓടിച്ചു വന്ന് ഈ സാധനങ്ങളുമായി അവിടെ എത്തുമ്പോൾ ഉണ്ടാകുന്ന കാഴ്ച, ഇതേപോലെ ഭക്ഷണം തയ്യാറാക്കാൻ ഏറ്റെടുത്തിരിക്കുന്ന വിദ്യകളുള്ള ആളുകൾ ഒഴിഞ്ഞു പോയിട്ടില്ല. അവർ ഭക്ഷണം കഴിക്കുന്നു, ഭക്ഷണം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടുന്ന് അവരെയും ഓടിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നത്. അവസാനം കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ നിന്ന് അവരെ എടുത്ത് ഓടിച്ച് മാറ്റിയതിന് ശേഷം മൊത്തം ക്ലീനാക്കി, എന്നിട്ട് ആ ക്യാൻറ്റീനിലേക്കായി 1/2 മണിക്കൂർ കൊണ്ട് അവർ നമുക്ക് പൂരിയും ഈ സാധനം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. 15 മിനിറ്റ് കൊണ്ട് അവർ ആ റൂം മുഴുവൻ ക്ലീൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അവർക്ക് അവരുടേതായ കാര്യങ്ങളും അവർ നിർവഹിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. പിന്നെ മറ്റൊരു കാര്യവും കൂടി സൂചിപ്പിക്കുവാനുള്ളത്, ഈ കൊടൈക്കനാൽ, ഊട്ടി എന്ന് പറയുന്ന 2 സ്ഥലങ്ങൾ പണ്ട് കാലത്ത് ഏതുതരം ടൂറിസ്റ്റ് പ്ലേസ് ആയിരുന്നു എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഹണിമൂൺ ട്രിപ്പിന് പോകുന്ന ആളുകൾ സജസ്റ്റ് ചെയ്തിരുന്ന അല്ലെങ്കിൽ സ്വീകരിച്ചിരുന്ന ഒരു സ്ഥലമാണ്. എന്തിനാണ് ഹണിമൂൺ ട്രിപ്പിന് സ്വീകരിക്കുന്നത്? അവരുടെ ജീവിതത്തിൽ ഏറ്റവും സുഖകരമായ ഒരു കാലാവസ്ഥ അനുഭവമുള്ള ഒരു സ്ഥലത്തെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്.
അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രദേശത്തേക്ക് നമ്മൾ മറ്റെന്തെങ്കിലും വിചാരിച്ചുകൊണ്ട് ടൂറ് പോയാൽ അല്ലെങ്കിൽ അവിടെ വിനോദയാത്ര പോയാൽ നമുക്കൊന്നും കിട്ടില്ല, പ്രതീക്ഷക്ക് ഗുണം കിട്ടണമെന്നില്ല. അവിടെ നമ്മൾ അനുഭവിക്കുന്നത് ആ കാലാവസ്ഥയെ എന്ന് പറയുന്നതാണ്. പിന്നെ നമ്മൾ തന്നിരിക്കുന്ന ചാർട്ടിൽ ഓരോ സ്ഥലത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ഏതാ പൂമ്പാറ എന്നെല്ലാം പറയുന്ന സ്ഥലം എന്ന് പറയുന്നത്. ഇതെല്ലാം വലിയ പേരിലല്ലാതെ എല്ലാ സ്ഥലവും ഒരുപോലെയാണ്. ആകെ അവിടെ വളരെ രസകരമായി തോന്നിയിരിക്കുന്ന ഒരൊറ്റ സ്ഥലമേ ഉള്ളൂ. അതായത് ഇപ്പം മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറയുന്ന ഒരു സിനിമയുടെ കഥക്ക് കാരണമായ നമ്മുടെ ആ ഗർത്തമുള്ള സ്ഥലം, ആ സ്ഥലത്തിന്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് അത് പത്രങ്ങളിലും മീഡിയകളിലും വലിയ വാർത്തയായി വന്നപ്പോഴാണ് ഇപ്പോൾ ഇവിടെ വലിയ തരത്തിലുള്ള ആളുകളുടെ വരവുണ്ടായത്. ആ ആക്സിഡന്റ് നടന്നപ്പോഴാണ് അവിടെ ഇപ്പൊ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ വല കെട്ടിയിട്ട് തിരിച്ചു വെച്ചിരിക്കുന്നത്. അതിന്റെ മേലെ മാറിക്കയറി, അന്ന് അത്ര വലിയ വലയൊന്നുമല്ല, ഒരു കൂട്ടം ആളുകൾ വന്നിട്ട് അതിൽ ഒരാൾ താഴത്തേക്ക് കടന്നു പോയപ്പോഴാണ് അതിൽ വലിയ അപകടം ഉണ്ടായി. ആ അപകടത്തിന്റെ കഥാതന്തുവാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന ആ സിനിമ ഇന്ന് ഏറ്റവും വലിയ കോടികൾ കളക്ഷൻ നേടിയ ഒരു സിനിമയായിട്ട് മാറിയിട്ടുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ. ബാക്കി എല്ലാ സ്ഥലങ്ങളും ഇങ്ങനെ കാണാനുള്ളതാണ്. പിന്നെ മറ്റൊന്ന്, കൃഷിയിടങ്ങൾ നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. നേരത്തെ റാവുത്തർ നമ്മളോട് പറഞ്ഞിരുന്നു, ഞാനത് ഗ്രൂപ്പിൽ പല പ്രാവശ്യവും പറഞ്ഞാണ്. കൃഷിയിടങ്ങൾ കാണിക്കുവാൻ അവർ സമ്മതിക്കില്ല. കാരണം അവരുടെ കൃഷിയിടങ്ങൾ ചവിട്ടിക്കൊരട്ടിയിട്ട് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു ടീം കോളേജ് വിദ്യാർത്ഥികളെ കാണിച്ചിട്ട് നശിപ്പിച്ചപ്പോൾ അവർക്ക് 50,000 രൂപ പിഴയിട്ട ഒരു സംഭവം പോലും ഉണ്ടായിരുന്നു പോലും. അപ്പൊ നമുക്ക് ഈ ദൂര കാഴ്ചകളിൽ ഒന്നായിട്ട് കൃഷിയിടം കാണുക എന്നുള്ള ഒരു സൗകര്യമുള്ളൂ. ഇതെല്ലാം ഞാൻ ഗ്രൂപ്പ് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഗ്രൂപ്പിൽ ആരും എന്ത് വെച്ചാൽ ശ്രദ്ധിച്ചിട്ടില്ല. പിന്നെ ഈ ബസ്സിന്റെ ഒരു കുഴപ്പം, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ബസ് 2 തരത്തിലുണ്ട്. പുഷ് ബാക്ക് സൗകര്യമുള്ള ബസ്സാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്കത് പറയാമായിരുന്നു. നമുക്ക് ഇതാണ് സൗകര്യങ്ങളുള്ളത്, ഇതെല്ലാം നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ ശ്രദ്ധക്കുറവും തിരിച്ചറിയലിന്റെ ബോധവുമാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരാളെ കുറ്റപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ കോർഡിനേറ്റർക്ക്, പിന്നെ പലപ്പോഴും ഉണ്ട് ഞാനെന്താണ് നിശബ്ദനായത്. സത്യത്തിൽ എനിക്ക് അതിൻ്റെ നിശബ്ദതയൊന്നും എനിക്കതിൽ വിഷമവുമില്ല. ഞാനൊരു വളരെ സാധുവായ മനുഷ്യനോ അല്ലെങ്കിൽ എന്താ പറയുക ശുദ്ധനായ മനുഷ്യനോ ആയതുകൊണ്ടല്ല, ഞാൻ ഈ യാത്രയിൽ വരണമെന്ന് വിചാരിച്ച മനുഷ്യനുമല്ല. കാരണം അതിഭീകരമായ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇതെല്ലാം നിങ്ങൾ കോർഡിനേറ്റ് ചെയ്തിട്ട് ഞാനിങ്ങ് ഒഴിവാകാമെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ എൻ്റെ പേരും അതിൽ കണ്ടപ്പോൾ പിന്നീട് ഞാൻ വരുന്നില്ല എന്ന് പറയാൻ എനിക്ക് പറ്റിയിരുന്നില്ല. കാരണം ഞാനിപ്പോൾ ഒരു ഫാർമസി സ്വന്തമായി തുടങ്ങിയിട്ട് ആ ഷോപ്പ് 2 ദിവസമായി ശരിക്കും അടച്ചിട്ടിട്ടാണുള്ളത്. കാരണം അങ്ങനെ ഒരു സന്ദർഭത്തിൽ എനിക്ക് യാത്രക്ക് പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇതിൻ്റെ എല്ലാം ഇങ്ങനെ കാര്യങ്ങളെല്ലാം ചെയ്തപ്പം വന്നിട്ടില്ല, വലിയ പ്രശ്നമില്ല എന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. പക്ഷെ അതല്ല. അപ്പോൾ സൂചിപ്പിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരാൾക്കും ചെയ്യാത്ത ഒരു സംഗതിക്ക് നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ ഒരു പ്രയാസം ഉണ്ടാവും. പക്ഷെ ഹായ്